بسم الله عليم القدرة والشان بسم الله عليم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال رسول الله صلى الله عليه وسلم من تمسك بسنتي عند فساد أمته فله أجر 100 شهيد صدق رسول الله صلى الله عليه وسلم. يا أكرم الكرماء على أعتابكم عمر الفقير المرتضي لجنابكم يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما ما جف دمع سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. ബഹുമാനമുള്ള സദാത്യങ്ങളെ, ബഹുമാനമുള്ള ഉലമാക്കളെ, ഏറ്റവും പിരിശമുള്ള പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അഭിവന്യരായ പ്രിയപ്പെട്ട യുവാക്കളെ, ഈ മജ്ലിസിലും നസീഹത്ത് മജ്ലിസിലും പങ്കെടുത്തിരിക്കുന്ന എല്ലാ നല്ലവരിൽ നല്ലവരായ മുഴുവൻ ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാലിൻ അൽഫ മറ വ ഇൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ. എല്ലാ സ്തുതികളും സ്തോത്രങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് സമർപ്പിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ ശൈഖുന വലിയുല്ലാഹി മർഹൂം കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാൽ അൽ ഖാദിരി നവറല്ലാഹു മർഖദഹു വനഫഅന ബിബറകാതിഹി വബിഉലൂമിഹി ഫിദ്ദാറൈൻ ആമീൻ. മഹാനവർകളുടെ തിരുഹളറത്തിൽ വർഷങ്ങളായി അവിടുത്തെ വഫാത്തിന്റെ ശേഷവും മുമ്പും നടത്തിവന്നിരുന്ന ബുറുദ ബൈത്ത്, അതോടനുബന്ധിച്ചുള്ള നമ്മൾ ആഴ്ചകളിൽ നടത്തുന്ന നസീഹത്ത് ഉപദേശം, സാധുവായ എളിയവനായ എനിക്ക് ബഹുമാനപ്പെട്ട ശൈഖുന വലിയുള്ളാന്റെ വഫാത്തിന്റെ ശേഷം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത്. ജീവിതകാലത്ത് ഒരുപാട് വാഴുകൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായി എന്നോട് സ്വർണം പിരിച്ച് വാഴ പറയണമെന്ന്
ഈ കൊണ്ടൂർ അങ്ങാടിയിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഷഹീദ് കുഞ്ഞു, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. ആ മഹാന്റെ വഫാത്തിന്റെ മുമ്പ് ഞാനൊരിക്കൽ ശൈഖുനാനെ കാണാൻ വന്നപ്പോ ആ അങ്ങാടിയിൽ ഒരു വയല് പറയണം എന്ന് പറഞ്ഞു. 4 മണിക്കാണ് പറയുന്നത്. ഉടനെ ബാവ എവിടെ, ലത്തീഫ് എവിടെ, മൈക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ആലോചിച്ചു, പടച്ചവനെ, മാസങ്ങൾക്ക് മുമ്പ് നോട്ടീസ് അടിച്ച്, അന്ന് വാട്സപ്പും ഫേസ്ബുക്കും FB ഒന്നും ഇല്ലല്ലോ, ഒരു നോട്ടീസും ഒരു അനൗൺസ്മെന്റാണ് ആകെ വയലിനുള്ള മെറ്റീരിയൽസ്. മാസങ്ങൾക്ക് മുമ്പ് പ്രചരണം നടത്തി വയല് പറഞ്ഞാൽ കിട്ടാവുന്നത് അന്ന് 10, 100, 200 ആളാണ്. ആ കാലഘട്ടത്തില് ആ കൊണ്ടൂർ അങ്ങാടിയിൽ ഒരു വയല് വെക്കണം, സ്റ്റേജില്ല, ഓഡിയൻസ് ഇല്ല. അവിടെയുള്ള ഒരു ചെറിയ പീഡിയക്കോലായ്മ മഗ്‌രിബ് നിസ്കരിച്ച് ഞാനിവിടെ ഇരുന്നു, ശൈഖുനാന്റെ കൂടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ചെല്ലുമ്പോ ആ പീഡിയക്കോലായ്മ ഒരു മൈക്ക് ഇരിക്കുന്നുണ്ട്. സ്റ്റാൻഡും കപ്പാസിറ്റി ഒന്നുമില്ല, ഒരു മൈക്ക് മാത്രം. തുടങ്ങാമെന്ന് പറഞ്ഞു. ആരുണ്ട് മുന്നിൽ? പടച്ച റബ്ബേ, ഉസ്താദ് എന്ത് ചെയ്തു? ഒരു ചാക്ക് കൊണ്ടുവന്നിട്ട് നിലത്തിട്ട് ആ റോട്ടിൽ അവിടെ ഇരുന്നു. തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വായത തുടങ്ങി വെക്കുന്നു. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും കൊണ്ടൂർ ടൗണ് ജനനിബിഡമായി മാറുകയാണ്. ഞാൻ അവിടെ നോക്കുമ്പോൾ ഒറ്റ സ്ത്രീകളെയും കണ്ടില്ല. എന്നോട് പറഞ്ഞു, ആ സലാത്തു താജ് ചൊല്ലിയിട്ട് നിങ്ങൾ സ്വർണം പിരിക്കണം. ശൂന്യതയിൽ നോക്കിക്കൊണ്ട് കറാമത്ത് എടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല, എന്നെ പോലത്തെ ആളുകൾക്കും ഇല്ല. ഉള്ളവരുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, പഠിച്ചവനെ എവിടുന്ന് പിരിക്കും? ഒരൊറ്റ പെണ്ണുങ്ങളെ ഇതിന് 4 ഭാഗത്തും കാണുന്നില്ല. നിങ്ങൾ ചോദിച്ചോളൂ, കിട്ടുമെന്നാ പറഞ്ഞത്. ഉസ്താദിരിക്കുന്ന ചാക്കിലാണ്, റോട്ടിലാണ്. ബാക്കിയുള്ളവരൊക്കെ കസേരയിലായിരിക്കുന്നത്. ചോദിച്ചു. 27 കൊല്ലങ്ങൾക്ക് മുമ്പേ 15 പവൻ സ്വർണം, ഇന്നത്തെ 150-നോ 1500-നോ അതിന്റെ വാല്യുവേഷൻ ചെയ്താൽ അതിന്റെ കണക്ക് നിൽക്കത്തില്ല. ആ കൊണ്ടൂർ അങ്ങാടിയിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ പ്രോഗ്രാമിൽ പിരിച്ചെടുത്ത് അവിടെ ഉഗ്രവാദം നടത്തി. വാല് കഴിഞ്ഞപ്പോ ഈ കാശൊക്കെ എന്ത് ചെയ്യുന്ന ഈ ചർച്ച. 5 മിനിറ്റ് വേണ്ടുള്ളൂ അതിന്. ഒരാളെ കടം തീർക്കാൻ കുറച്ച് പൈസ, ചെമ്മാട്ടപ്പള്ളിക്ക് കുറച്ച് പൈസ. അന്ന് കടം കയറ്റിയിരിക്കുകയായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ വലിയ ചെമ്മാട്ടപ്പള്ളി കടത്തിലായിരുന്നു. വേറെ കുറെ ആൾക്കാരെ പേര് പറഞ്ഞ അയാൾക്ക് ഇത്ര, ഇയാൾക്ക് ഇത്ര, 5 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞ് കളം കാലിയായി. വേറെ പറഞ്ഞ എനിക്കും കിട്ടി നല്ല പൈസ. അങ്ങനെയുണ്ട്. ഉസ്താദുമാര് വേദന എറിഞ്ഞാൽ സാധാരണ കാശ് കിട്ടില്ല എന്ന് തോന്നലുണ്ട്. ഞാൻ 2 ആളുടെ കാര്യം മാത്രമാണ് വായതിന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ വലിയ പൈസ തരുന്നത്. പൈസക്ക് വേണ്ടിയല്ല വായത്, എങ്കിലും നമ്മൾ ചിന്തിച്ചു പോകുമല്ലോ. അത് ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ്, നമ്മൾ വിചാരിക്കും ഉസ്താദല്ലേ, അങ്ങനെയല്ല, വലിയ പൈസ തരിക, പ്രതീക്ഷിക്കാത്ത. ബഹുമാനപ്പെട്ട അങ്ങനത്തെ ഒരാളിപ്പോ ജീവിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കുമ്പോൾ തറവാട്ടിലെ കുഞ്ഞിക്കോയ തങ്ങൾ ഉപ്പാപ്പയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആമീൻ. വളരെ രഹസ്യമായി വന്നിട്ട് ഉസ്താദുമാർക്ക് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് പറയും, ഉസ്താദ് ഇത് വളരെ കുറച്ചുള്ളൂ കേട്ടോ, ഇവിടുന്നൊന്നും നോക്കണ്ട, കാസർഗോഡ് കഴിഞ്ഞിട്ട് എണ്ണിയാ മതി എന്ന് പറയും. നമ്മൾ വിചാരിക്കും ബർക്കത്തിന് വേണ്ടി 10-500 പൊങ്ങി എന്ന് വിട്ടിരിക്കുകയാകും. തങ്ങളല്ലേ. ഞാനൊരു വാതിന് പോയി, തങ്ങളുപ്പാപ്പ എന്നെ വാതിന് കൊണ്ടുപോയി. 2 പക്ഷത്തുനിന്ന് ആള് വേണമെന്ന് പറഞ്ഞു, മറുപക്ഷത്തുനിന്ന് വേറെ ആളുണ്ടായിരുന്നു. ഞാനിവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല, പേര് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ, അതുകൊണ്ട് പറയുന്നില്ല. കാരണം അടിക്കടിക്ക് ഫത്വ മാറ്റുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കാത്തതിനാൽ ബുദ്ധിമുട്ടാണ്. ഉറച്ചു നിൽക്കണം. അങ്ങനത്തെ പറയൂ, പറഞ്ഞെടുത്ത് നിൽക്കാനുള്ള ക്രെഡിബിലിറ്റി വേണം. അതുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല. 2 പക്ഷവും ഇല്ല. അതുകൊണ്ട് അഖിലുസുന്നത്ത് വൽ ജമാഅത്ത് ഒന്നായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന തങ്ങൾ എന്നെ വാതിന് കൊണ്ടുപോയി. വാതിന് കഴിഞ്ഞ് വരുമ്പോ എന്നെ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ മുള്ളൂർക്കര, ഇത് ചെറിയ അതിയാണ്, ഇവിടെ നിന്നരുത്, കാസർഗോഡ് ജില്ല അങ്ങോട്ട് കഴിഞ്ഞിട്ട് എണ്ണിയാൽ മതിയോ? ഓ, തങ്ങൾ തന്നത് എണ്ണുന്നില്ല, ഞാൻ പെട്ടിയിൽ വെച്ചു, ബർക്കത്താവട്ടെ, വീട്ടിൽ പോയിട്ട് എണ്ണിയുള്ളൂ. 50,000 രൂപയാ തങ്ങൾ തന്നത്. വാതിന് ചോദിച്ചിട്ടൊന്നല്ല, അത് നോട്ടീസ് അടിച്ചിട്ടും അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തിയിട്ടും ഒന്നും അല്ല തന്നത്. നോക്കണം നിങ്ങൾ. ആ ആശിഖുർ റസൂലാണ് ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ്. മൂല്യന്മാരോട് വാലുറപ്പിച്ച് വീട്ടിൽ കിടന്നുറങ്ങില്ല, ആ വാല് കേൾക്കായിരിക്കും. മുമ്പ് തങ്ങൾക്കുള്ള ആ ഗുരുത്വം ഏത് പണ്ഡിതൻ വാല് പറയുകയാണെങ്കിൽ തങ്ങൾ ആ വാല് A to Z വരെ അവിടെ നിന്ന് കേട്ടുപോകും. ഞാൻ പറഞ്ഞു പോകുന്നത്, പ്രിയപ്പെട്ടവരെ, ആ മഹാന്റെ കറാമത്ത് ഇതാ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതന്നെയായി കറാമത്ത് എന്ന് പറഞ്ഞ സംഭവം. ഈ ജീവിതത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ ഉസ്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്?
അവിടുത്തെ സിയാറത്തിലേക്ക് ആയിരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് സ്ഥാപിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാവ്യമാഹാത്മ്യം, മദ്ഹുകളെ കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ട കാവ്യമാഹാത്മ്യം. ബുർദനെ പറ്റി ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അതെല്ലാ ആഴ്ചയും നിങ്ങൾ കേട്ട് ഉസ്താദുമാര് കലക്കി കുടിച്ച വലിയ മഹാന്മാരായ ആശിഖ്യങ്ങള്, ഔലിയാക്കള്, സ്വാലിഹീങ്ങള് വന്നിട്ട് അതിന്റെ മഹാത്മ്യങ്ങൾ പറഞ്ഞവരാ, നിങ്ങൾ കേട്ടവരാ. പ്രിയപ്പെട്ടവരെ, ആ ഉസ്താദിന് അല്ലാഹു തആല കൊടുത്ത ആ പവർ എന്താ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഒന്നൊക്കെ പറഞ്ഞ മോനെ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആര് പ്രിയം വെച്ചുവോ അവരുടെ ദറജ അല്ലാഹു ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ റസൂലിനെ ആര് തരം താഴ്ത്തിയോ അവരുടെ ദറജ അല്ലാഹു തരം താഴ്ത്തിക്കൊണ്ടേയിരിക്കും. കേട്ടോ? ഖുർആൻ പഠിപ്പിച്ചില്ലേ? നിങ്ങൾ അല്ലാഹുവിനെ പ്രേമിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഖുർആൻ പറയുന്നത് ഫത്തബിഊനി, നിങ്ങൾ ആദ്യം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുക. എന്നാൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ പ്രിയം വെക്കും. നമ്മുടെ കയ്യിൽ ഇതാ മൊബൈലുണ്ട്, അതിൻ്റെ അകത്ത് നെറ്റുണ്ട്, ലൈവ് ഇവിടെ ഉണ്ട്. ഇവിടെ KMICയുടെ ലൈവ് സംപ്രേഷണം ചെയ്യുന്നുണ്ടില്ല മോനെ? ഇല്ലേ? ഉണ്ട്. ഇന്ന് ഇങ്ങോട്ട് വാതിന് വരികയെന്ന് പറഞ്ഞപ്പോ ദമാമെന്ന്, ഖത്തറിന്ന്, കുവൈറ്റിന്ന്, ബഹ്റൈനിന്ന്, യമനിന്ന്, ഈജിപ്തിന്ന്, തുനീഷ്യ, പാകിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ഇവിടുന്നൊക്കെ എന്നെ ഫോണിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ വലിയുള്ളാഹിന്റെ ഹദറത്തിൽ വെച്ച് ഞങ്ങൾക്ക് ദുആ ചെയ്യണം. ആ ദുആക്ക് ഇജാബത്ത് കിട്ടും. നിരവധി ആളുകൾ വളരെ വിഷമത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എളിയ ദുആയിൽ ഉൾപ്പെടുത്തും. പക്ഷെ ഇവിടെ ഇതിന് ശേഷം എന്ന് പറയുന്ന ആ വലിയ മഹാകാവ്യം ചൊല്ലി നടക്കുന്ന കൂട്ട ദുആയിലും അവർക്കൊക്കെ ഉണ്ടാവുമെന്ന് ഓൺലൈനിൽ KMICയുടെ ഓൺലൈനിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശ്രോതാക്കളോടും ഗൾഫ് നാടുകളിലുള്ള ആളുകളോടും പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയാ സ്നേഹിക്കേണ്ടത് മോനെ? ആരെയാ? നമ്മളെല്ലാം ഇപ്പൊ പ്രേമത്തിന് വല്ലാത്ത ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്. പ്രേമിക്കാൻ നടക്കുന്ന ലോകത്താ നമ്മളുള്ളത്. ആരെയാ സ്നേഹിക്കേണ്ടത്? സ്നേഹിക്കേണ്ടത് നമ്മളെപ്പോഴും സൗന്ദര്യമാണ് നമ്മുടെ സ്നേഹത്തിന്റെ പ്രധാന ഘടകം. നമ്മളെല്ലാം സ്നേഹിക്കുന്നത് ഒരു പുഷ്പം കാണുമ്പോൾ നമുക്ക് അതിനോട് സ്നേഹം തോന്നണ്ട, നല്ല ഭംഗി. ഒരു പെണ്ണിനോട് നമുക്ക് മഹബത്ത് തോന്നാനുള്ള കാരണം എന്താണ്? അവളുടെ ഭംഗിയാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഒരു വിരൂപിയായ പെണ്ണിനെ കണ്ടാൽ ഒരാളും നോക്കൂല. സൗന്ദര്യമാണ് പെണ്ണിന്റെ മാനദണ്ഡം. അതുകൊണ്ട് അല്ലാഹു ആ പെണ്ണിന് ഏറ്റവും അധികം സീനത്ത് കൊടുത്തത്, മഞ്ചു കൊടുത്തത്. അതില്ലെങ്കിൽ ഇവിടെ മനുഷ്യവംശം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് നമ്മളിൽ പലരും പെണ്ണിനെ പ്രേമിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ യഥാർത്ഥ പ്രേമം ആരോടാ വേണ്ടത്? അനശ്വരമായ പ്രേമം, നശിച്ചു പോവാത്ത പ്രേമം, കമിതാവ് നശിക്കാത്തത്. ഇവിടെ പ്രേമിക്കുന്നവനും കമിതാവും രണ്ടും നശിച്ചു പോകുന്ന ലോകമാണ് നമ്മുടെ പ്രേമം. നേരിച്ച് പ്രേമിക്കുന്നവൻ മരിച്ചാലും കമിതാവ് പ്രേമിക്കപ്പെടുന്നവൻ നശിക്കാത്ത ഒരു പ്രേമമുണ്ട്. ആ പ്രേമമാവണം നമ്മുടെ പ്രേമം. ആ പ്രേമമാണ് ഔലിയാക്കൽ നുകർന്നെടുത്തത്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പാടിയതാണ്, തറക്കത്തുൽ ഖൽഖ തുറൻ ഫീ റുലാക വാഹിതമുൽ യഹലലികൈ അറാക. അല്ലാഹുവേ, സകല ചരാചരങ്ങളെയും ഞാൻ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. എന്നെ കെട്ടിപ്പുണർന്നുകൊണ്ട് കിടക്കുന്ന എന്റെ ഭാര്യയെ ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. 18 രാജ്യത്തിന്റെ ചെങ്കോലും ബൽഖ രാജ്യത്തിന്റെ ചക്രവർത്തി പദവും ഞാൻ വലിച്ചെറിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഈ സർവചരാചരങ്ങളോടും ഞാൻ ബഹിഷ്കരണം നടത്തിയിരിക്കുന്നത്. എന്റെ കുടുംബങ്ങളെ മുഴുവൻ ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? കൈ അറാക്ക, അല്ലാഹുവായ നിന്നെ കാണാൻ, അല്ലാഹനെ കാണാൻ. നമ്മള് നമ്മുടെ ഒട്ടുമിക്ക വയലുകളും
വിമർശിക്കുകയല്ല, ഒരു തിരിച്ചറിവിന് വേണ്ടി മാത്രം പറയാം. നമ്മുടെ ഒട്ടുമിക്ക വാലുകളും ആകെ ഖബറും മഹ്ശറും മാത്രമേ ഉള്ളൂ. ഖബർ തന്നെയാണ് പ്രശ്നം. അവിടെ തരണം ചെയ്ത ഒക്കെ രക്ഷപ്പെടും, ശരി തന്നെയാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഖബർ ആഖിറത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ്. അവിടെ രക്ഷപ്പെട്ടവൻ രക്ഷപ്പെട്ടു, അവിടെ പരാജയപ്പെട്ടവൻ പരാജയപ്പെട്ടു എന്ന്. ശരിയാ. പക്ഷെ ഖബറിൽ പോകുമ്പോ ഖബറിൽ പോയിട്ട് ചിന്തിച്ചിട്ട് കാര്യമല്ലല്ലോ. ഖബറെന്ന് കേട്ടിട്ട് പറയുന്ന നിലവിളിച്ചോണ്ടും അവിടെ കഴിച്ചിലാവോ? ഒരാൾ നേരമുള്ള തന്തിയോളം പറ ഖബറേ 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 എന്ന് പറഞ്ഞിരുന്നാ മതിയോ? അവന് ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ? അവൻ സമയത്തിന് നിസ്കരിക്കണ്ടേ? അവൻ ഹജ്ജ് ചെയ്യണ്ടേ? അവൻ സക്കാത്ത് കൊടുക്കണ്ടേ? അവൻ കുടുംബബന്ധം സ്ഥാപിക്കണ്ടേ? അവൻ ദീനിന് വേണ്ടി പ്രവർത്തിക്കണ്ടേ? അവന്റെ ബാധ്യതകൾ നിറവേറ്റണ്ടേ? അപ്പോ നമ്മളെ വയലുകളിൽ ഒട്ടുമിക്കതുപ്പി കാരണം ആകാ ഖബറ. ഖബർ മോശമെന്നല്ല, അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിൽ കിടക്കലാണോ? നമ്മളല്ല അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താ? പടച്ചോനെ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൽ ജന്ന, ഞാൻ നിങ്ങളോട് സ്വർഗം ചോദിക്കുന്നു അല്ലാഹ് എന്നാണ് പറയാറുള്ളത്. പക്ഷെ ഏറ്റവും വലിയ അനുഗ്രഹത സ്വർഗമാണോ? അല്ല. സ്വർഗത്തിൽ കിടക്കലല്ല ഏറ്റവും വലിയ അനുഗ്രഹം. സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം അല്ലാഹു ചെയ്തിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുന്ന ആളുകൾക്ക് കൊടുത്ത ഓഫർ രണ്ടെണ്ണമാണ്. ലിസ്സായിമി ഫർഹതാനി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒന്നാമത്തെ സന്തോഷം ആ നോമ്പ് മുറിക്കുന്ന സമയത്ത് കിട്ടുന്ന നിർവൃതിയാണ്. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അഫ്തർതു എന്ന് പറയുമ്പോ നമ്മൾ വെള്ളം കുടിക്കുമ്പോ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കിട്ടുന്ന ഒരു പ്രത്യേക അനുഭൂതിയുണ്ട്. ആ അനുഭൂതിയാണ് നോമ്പുകാരന്റെ ഒന്നാമത്തെ സന്തോഷം. എന്നാ രണ്ടാമത്തെ സന്തോഷം എന്താണ്? വഇൻദ ലിഖാഇ റബ്ബിഹി, അല്ലാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടലാണ്, അല്ലാഹുവിനെ കാണലാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാനതാണ് പറഞ്ഞു പോയത്. കുണ്ടൂർ ഉസ്താദിന്റെ ദർജ ഏതായിരുന്നു? ഔലിയാക്കളുടെ മഖാമേതായിരുന്നു? തരീഖത്തറിയാത്തവര്, ശരീഅത്തറിയാത്തവരാ തരീഖത്തിന്റെ പേരിൽ കടിപിടി കൂടുന്നത്. തരീഖത്തറിയാത്തവരാ ഹഖീഖത്തിന്റെ പേരിൽ കടിപിടി കൂടുന്നത്. ഹഖീഖത്തറിയാത്തവരാണ് മഅരിഫത്തും മുശാഹദയും മുറാഖബയും പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. അതൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഡിഗ്രി അല്ലാതെ, ഓക്സ്ഫോർഡ് സർവകലാശാലന് കൊടുക്കുന്ന ഡിപ്ലോമയല്ലാതെ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഡിഗ്രി അല്ലാതെ, അതിന്റെ എക്സാം നടത്തുന്നത് പടച്ച തമ്പുരാനാണ്. മാർക്കിടുന്നത് അല്ലാഹുവാണ്. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അല്ലാഹുവാണ്. ദർജ കൊടുക്കുന്നത് അല്ലാഹുവാണ്. പടച്ച തമ്പുരാൻ കൊടുക്കുന്ന ഡോക്ടറേറ്റാണ്. മഅരിഫത്ത്, മുശാഹദ, മുറാഖബ, ഖുതുബ്, വലിയ ഖുതുബുൽ അഖ്താബ്, ഗൗസ്, ഗൗസുൽ ആലം, ഇതൊക്കെ അല്ല കൊടുക്കുന്ന ഡിഗ്രിയാ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ഡോക്ടറേറ്റ് എടുക്കാം. വളരെ സിമ്പിളാ. എന്തെങ്കിലും ഒരു പ്രബന്ധം എഴുതി അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഗാഗൂ എഴുതിയാൽ കിട്ടും ഡോക്ടറേറ്റ്. അത് വിഷയമല്ല. ഇപ്പൊ എല്ലാവരും ഡോക്ടറാ. ഡോക്ടറല്ലാത്തൊരു പാരില്ല അല്ലേ? നമ്മളെപ്പോലത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പൊ ഡോക്ടറാ. ആവുന്നതിന് ഞാൻ കുഴപ്പം പറയില്ല. ആവണം, അതിന് അങ്ങേപ്പുറത്താവണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഔലിയായി എന്ന് പറയുന്ന ഈ വിലായത്തിന്റെ ദർജ അത് കൊടുക്കുന്നത് അല്ലാഹുവിന്റെ പരീക്ഷണശാലയിലാണ്. അല്ലാഹുവാണ് അത് പരീക്ഷിക്കുന്നത്. അതിന് എക്സാം നടത്തുന്നതല്ല, മാർക്കിടുന്നതല്ല, ദർജ കൊടുക്കുന്നതല്ല, പദവി കൊടുക്കുന്നതല്ല. ആ അല്ലാഹുവിനോടുള്ള സ്നേഹം, അല്ലാഹുവിനെ കാണുക, അതാണ് ഔലിയാക്കളുടെ ആഗ്രഹം. സ്വർഗത്തിൽ കടക്കൽ അവർ ചോദിക്കുകയില്ലല്ലോ. ഇബ്രാഹിം നബി തങ്ങൾ പാടിയതാണ്. തറക്കത്തുൽ ഖൽഖ തുറം ഫീ റിലാക വഅയ്തംതുൽ ഇയാല ലകൈ അറാക. അല്ലാഹുവേ, എന്റെ കുടുംബങ്ങളെ മുഴുവൻ ഞാൻ ബഹിഷ്കരിച്ചു. എന്റെ ഭാര്യയെ അവോയ്ഡ് ചെയ്തു, മക്കളെ അവോയ്ഡ് ചെയ്തു. എന്തിനാണ്? ലകൈ അറാക, അല്ലാഹുവിനെ കാണാൻ. അല്ലാഹുവിനെ കാണലാണ് ഏറ്റവും വലിയ പവർ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയേണ്ടത് ഐ ലവ് യു അല്ലാഹ്, ഐ ലവ് യു അല്ലാഹ്. ഞാൻ അള്ളാനെ പ്രേമിക്കുന്നു. അള്ളാനെയാണ് പ്രേമിക്കേണ്ടത്.
അള്ളാഹുവിന്റെ പ്രേമം അനശ്വരമാണ്. അള്ളാഹുവാണ് ഏറ്റവും പ്രേമിക്കാൻ പറ്റിയത്. സൗന്ദര്യത്തിന്റെ ധാമമാണ് അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് വർണ്ണിക്കാൻ നമ്മുടെ വാക്കുകൊണ്ടാവില്ല, എഴുതാൻ നമ്മുടെ പേന കൊണ്ടാവില്ല, ഡിക്ഷണറികൾക്ക് വാക്കുകൾ തപ്പിത്തടഞ്ഞാൽ കിട്ടത്തില്ല. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന രംഗമേതാണ്? നോമ്പുകാരൻ നാളെ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുമെന്ന് ഖാല റസൂലുള്ളാഹി. ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടവർ ആരുമില്ല. ഈ ഭൗതിക ലോകത്ത് വെച്ച് അള്ളാഹിനെ കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഈ ഭൗതിക ലോകത്ത് അള്ളാഹുവിനെ കാണാൻ പറ്റില്ല എന്നുള്ള മെമ്മറി കപ്പാസിറ്റി നമുക്ക് അള്ളാഹ് തന്നിട്ടില്ല. അള്ളാഹനെയല്ല, ഈ ലോകത്ത് നമുക്ക് സൂര്യനെ ഒരു നോക്കൊന്ന് നോക്കാൻ പറ്റുമോ? നാലാനാകാശത്ത് നിൽക്കുന്ന സൂര്യനെ ഒന്ന് നോക്ക്. 10 മിനിറ്റ് സൂര്യനെ നേരെ നോക്കിയാൽ നിങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണിന്റെ അകത്ത് കിടക്കുന്ന ലെൻസ് കത്തിപ്പോകും. അത്ര വലിയ ഹൈഡ്രജനും ഹീലിയവുമാണ് അതിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അത് നാലാനാകാശത്താണ്. അള്ളാഹുവിന്റെ ചെറിയ ഒരു സൃഷ്ടിയാണ് സൂര്യൻ, വലിയ സൃഷ്ടിയല്ല. അള്ളാഹുവിന്റെ ഒരു ചെറിയ സൃഷ്ടിയാണ് സൂര്യൻ. ആ സൂര്യന്റെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് തട്ടാൻ പറ്റുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചില്ലേ, പടച്ചവനെ നിന്നെ ഒന്ന് എനിക്ക് കാണണം. മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞതെന്താ? പറ്റൂല മൂസ. എന്തുകൊണ്ട്? അത് താങ്ങാനുള്ള കപ്പാസിറ്റി പ്രപഞ്ചത്തിനില്ല. മൂസാ നബിക്കുമില്ല, പ്രപഞ്ചത്തിനുമില്ല. മൂസാ നബി വീണ്ടും വാശി പിടിച്ചു, എനിക്ക് കാണണം. മൂസാ നബി വാശി പിടിച്ചപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവാചകന്മാരിൽ ഒരാളാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, തൂർ സിനാ പർവ്വതത്തിന്റെ പാർശ്വഭാഗത്തേക്കൊന്ന് വരൂ മൂസാ നബിയെ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അവിടെ അങ്ങ് കടന്നു ചെന്നപ്പോൾ അള്ളാഹുവിനെ കാണാൻ വേണ്ടി, തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി തൂർ സിനാ പർവ്വതത്തിന്റെ മറുഭാഗത്തേക്ക് കടന്നു ചെന്നപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഒരു ലെങ്കല്, ചെറിയ ഒരു പ്രകാശത്തിന്റെ അംശം മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് ദർശിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഖുർആൻ പറഞ്ഞല്ലോ, ഫഖറ മൂസാ സഇഖാ. മൂസാ നബി അൺകോൺഷ്യസായി ബോധം കെട്ട് നിലത്ത് വീണുപോയി. മൂസാ നബി അള്ളാഹിനെ കണ്ടിട്ടില്ല, അള്ളാഹിന്റെ സംസാരം മാത്രമേ കേട്ടിട്ടുള്ളതാണ്. കലീമുല്ലാഹി മൂസ. അള്ളാഹിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല. കലീമുല്ലാഹി മൂസ, അള്ളാഹുമായി സംസാരിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ സംസാരം കേട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ വചനം ശ്രവിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹിനെ മൂസാ നബി ദുനിയാവിൽ വെച്ച് കണ്ടിട്ടില്ല, കാണാൻ സാധ്യമല്ല. ഹബീബുനാ വസയ്യിദുനാ വആശിഖുനാ വമഅശൂഖുനാ റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്ത് മുസ്തഫ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ദുനിയാവിൽ വെച്ച് അള്ളാനെ? മോനെ 1 2 3 4 5ാമത്തെ വരിയിൽ ഉറങ്ങണ മൊയിലിയർ ഇങ്ങോട്ട് ഉറങ്ങല്ലേ. ഇവിടെ ലൈവ് ഉള്ളതാ, ഉറക്കം ലൈവായി അവിടെ ഇരിക്കുന്നവർ കാണും. അതുകൊണ്ടാ കുഴപ്പം. പണ്ട് നമ്മൾ ഈ ആയത്ത് ഓതുമ്പോ ആൾക്കാർക്ക് അതിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കണം. ഈ വലിയ ഇറങ്ങണം ഏതായത്ത്? ഖുർആനിലെ ആയത്താണ്. കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ മറച്ചു വെച്ചതോ അള്ളാഹ് അറിയുന്നു പറഞ്ഞപ്പോ ചിന്തിച്ചു, അങ്ങനെ ഇപ്പൊ അള്ളാഹ് അറിയുന്നു പറഞ്ഞില്ലേ? KMYCയുടെ ലൈവ് ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ഞങ്ങൾ ഉറങ്ങണത് അവിടെ കാണും. കുവൈറ്റിലും ബഹ്റൈനിലും ഖത്തറിലും ഒമാനിലും സൗദി അറേബ്യയിലും KSAയിലും DSAയിലും ഒക്കെ കാണും ലൈവായിട്ട് ഉറങ്ങണത്. ഇപ്പോ ഒരു കട്ടുനോട്ടും പറ്റത്തില്ല മോനെ. അള്ളാഹുവിന്റെ ഖുർആൻ നേരത്തെ പറഞ്ഞു, യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. അള്ളാഹുവിന്റെ കഴിവ് ചില്ലറയല്ല. ഹൃദയത്തിൽ മറച്ചു വെച്ചതും കണ്ണിന്റെ കട്ടുനോട്ടും അള്ളാഹ് അറിയുന്നു പറഞ്ഞു. അള്ളാഹ് അറിയുന്ന മാത്രമല്ല, അറിയിച്ചു കൊടുത്തവർക്കും അറിയും. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം മലാദൻ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞു കണ്ടില്ലേ, പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളുടെ കൽഭാഗമെന്നോവർ. അത് പാടിയപ്പോഴല്ലേ നമ്മളെ പരിഹാസ്യരാക്കിയ ചില ആളുകള്. പിന്നെ വൈദ്യശേഖരൻ എങ്ങനെ മനസ്സിന്റെ അകത്ത് കിടക്കുന്ന കാര്യം പറയാനൊക്കെ മൂല്യരെ ആധുനിക മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവരെ വെല്ലുവിളിക്കുകയാണ്. വെറും 60,000 1 ലക്ഷം 2 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ ടെക്നോളജി നിങ്ങളുടെ കട്ടുനോട്ടവും നിങ്ങളുടെ ഉറക്കവും റിപ്പോർട്ട് ചെയ്യാനുള്ള ക്രെഡിബിലിറ്റി അതിനുണ്ടെങ്കിൽ അല്ലാഹു ഇതിന്റെ എത്രയോ വലിയ പവറും കപ്പാസിറ്റിയും നേരത്തെ കൊടുത്ത ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളോട് അല്ലാഹ് പറയാണ്, നിങ്ങൾക്കിതാ കാണിച്ചു തരാൻ പോകുന്നു കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളുടെ കൽഭാഗമെന്നവർ.
അള്ളാഹു അവന്റെ ഔലിയാക്കൾക്ക് കൊടുത്തതല്ലാതെ അമ്പിയാക്കൾക്ക് ആദ്യം കൊടുത്തു, രണ്ടാമത് ഔലിയാക്കൾക്ക് കൊടുത്തു. ആ കൊടുത്തതല്ലാത്ത ഒരു കണ്ടുപിടുത്തവും ഈ ലോകത്ത് ഇപ്പൊ വന്നിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ വരാൻ പോണില്ല. മിനിഞ്ഞാന്ന് എന്നെ ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്താ മോനെ? ഭൂമിയുടെ നേരെ ഒരു സാധനം പാഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇടക്കിടക്ക് ഫേസ്ബുക്കിലുണ്ട്, വാട്സപ്പിലുണ്ട്. ഒന്ന് പേടിപ്പിക്കാൻ നല്ലതാ. അള്ള നാളെ അവിടെ ചെന്നാ തല്ലൂന്ന് പറഞ്ഞാൽ പേടിയില്ല. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഭൂമിയുടെ നേരെ ഒരു ഗ്രഹം പാഞ്ഞു വരുന്നു, ഏത് സമയവും അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഉറങ്ങില്ല. ഇത് ഇവിടെ വീഴോ. ഈ ഭൂമി ആകെ മൊത്തം കുലുങ്ങി നശിക്കുന്നു. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ആർക്കും പേടിയില്ല. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം വരാനുണ്ട്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമിയെ ഞാൻ കിട്ടുകിട്ടാ വിറപ്പിക്കും. വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ, ഭൂമി അതിന്റെ അകത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തേക്ക് വിസർജിക്കപ്പെടും. ആകാശം ഭൂമിയിലേക്ക് ഇടിഞ്ഞു കാണപ്പെടും. സൂര്യനും ചന്ദ്രനും പൊട്ടിപ്പിളരും. സൗരയൂഥങ്ങൾ തട്ടിത്തകരും. ഈ പ്രപഞ്ചം ധൂളിയായിക്കൊണ്ട് പറന്നു പോകും. പർവ്വതങ്ങളൊക്കെ പറന്നു പോകാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. നമ്മളത് വായിച്ചിട്ട് സുഖമായിട്ട് ചിരിച്ച് തള്ളയായത്. 10 രൂപയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഭൂമിയുടെ നേരെ എന്തോ ഒരു ആണി വരുന്നുണ്ട്, അത് കുണ്ടൂരോ അല്ലെങ്കിൽ വെന്നിയൂപ്പറമ്പിലോ വീഴാനാ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിലുള്ള ഒരെണ്ണം ഉറങ്ങില്ല. ഒരു അംകുൽ ബഡ്കൂസ് വിചാരിച്ചാൽ മതി, വെറുതെ ഒരു പോസ്റ്റ്. ബുഖാരിയിലെ ഹദീസൊന്നും വേണ്ട, അത്രേ ഉള്ളൂ നമ്മുടെയൊക്കെ ധൈര്യം. പക്ഷെ ഖുർആൻ മനസ്സിലാക്കിയ ആളായിരുന്നുവെങ്കിൽ ആ പോസ്റ്റ് കണ്ട് ഞെട്ടേണ്ട ആവശ്യമില്ല. സൂറത്ത് യാസീൻ നമ്മളൊക്കെ ഓതുന്നതാണല്ലോ. ഏത് മലയാളിക്കും കാണാതെ കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. പണ്ടൊക്കെ ഈ ഔക്കാഫിൽ ദുബായിലൊക്കെ ആളെടുത്തിരുന്നത്. ഇപ്പൊ 10 ജുസും ഖുർആൻ 30 ഹാഫിദുള്ളവരെയും നമ്മുടെ വത്തനികളെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആകെ എടുക്കുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുര ഉസ്താദിന്റെ റെക്കമെൻഡേഷനിൽ മാത്രമാണ്. ആ ക്രെഡിറ്റ് അല്ലാഹു അഭിമാനപൂർവ്വം ലോക മുസ്ലിമുകൾക്ക് ഖൈറായി നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ. ഒരു ഗവൺമെന്റിന് പോലും പറ്റുമോ? നമ്മുടെ ഉമ്മൻചാണ്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്, ഇപ്പോഴും ആണെന്നാണ് എന്റെ വിശ്വാസം. ഏത് സമയം ഒന്നും സംഭവിക്കാലോ, രാഷ്ട്രീയമല്ലേ. അതുകൊണ്ട് അങ്ങേര് വിളിച്ചു പറയാണ്, കുവൈറ്റിൽ ഒരു 10 ആൾക്ക് ജോലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ വോയിസിന് ഇന്ത്യയുടെ അറബിക്കടലിന്റെ അപ്പുറത്തേക്ക് അതിന് പവറില്ല. ആരെ തീരുമാനിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കാന്തപുര ഉസ്താദിന്റെ കയ്യിൽ അല്ലാഹു കൊടുത്തു. അത് കൊടുപ്പിച്ചത് ഈ കിടക്കുന്ന കൊണ്ടൂർ ഉസ്താദാണ്. ഞാൻ ആഗ്രഹിച്ചു പോയി. 8 കൊല്ലമായി ഞാനൊരു ജുഡീഷ്യൽ പവറിൽ ഒരു ജഡ്ജിയുടെ പോസ്റ്റിലിരിക്കുന്ന മുസ്ലിയാരാണ്. ഉസ്താദ് ജീവിച്ചിരുന്ന കാലത്തായിരുന്നു ഞാൻ ആ പോസ്റ്റിൽ ഇരുന്നിറങ്ങിയത്. ആദ്യമായി തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടൂരിലേക്കായിരുന്നു ഞാൻ വരിക. ഉസ്താദ് ആദരിക്കപ്പെട്ടവരൊക്കെ അള്ളാഹു ഉയർത്തിക്കളഞ്ഞു. റിയാദ് സംഭവം ഉണ്ടായി. റിയാദിൽ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനെ ജയിലിലടക്കപ്പെട്ടൊരു ദിവസം, അന്ന് ഞാൻ മർക്കസിൽ പഠിക്കുകയാണ്. കാന്തപുര ഉസ്താദിനെ റിയാദിൽ പിടിച്ച് 10 ദിവസം ജയിലിലിട്ടു. ഒരു മുസ്ലിം പത്രൈതി കാന്തപുരം 1-ാം ദിവസം ജയിലിൽ. പത്രം ഏതാ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ അതിന്റെ സീക്രട്ട് പോകും. ഒരു സീക്രട്ടിൽ നിൽക്കട്ടെ. ഒക്കെ ആ പത്രൈതി കാന്തപുരം 2-ാം ദിവസവും ജയിലിൽ തന്നെ. 3-ാം ദിവസം കാന്തപുരം ജയിലിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. മർക്കസിൽ നിന്നൊരു പട തന്നെ കൊണ്ടൂർ ഉസ്താദിന്റെ ഭാഗത്തേക്ക് വന്നു. ഞാനും വന്നു ആ കൂട്ടത്തിൽ. ഞാൻ അവിടുത്തെ അന്ന് മുത്തബൽ ലാസ്റ്റ് ഇയറാ. ഞാൻ അന്ന് ഇയാസുനയുടെ പ്രസിഡന്റാ. മുത്തബൽ ലാസ്റ്റ് ഇയറാ. ഇവിടെ വന്നപ്പോ ഉസ്താദ് പറഞ്ഞു, കാന്തപുര ഉസ്താദിനെ വിട്ടതായി ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൊണ്ടൂർ അബ്ദുൽ ഖദർ മുസ്ലിയാർ. അങ്ങനെ പലർക്കും എഴുതി തരുന്നുണ്ട്. ആ പേര് ഞാൻ ഇവിടെ പറയില്ല. ചമ്മാട്ടുള്ള ഒരാൾക്ക് എഴുതി കൊടുത്തതിന്റെ മുമ്പിൽ വെച്ചിട്ടാ. വേറെ കേസാണ്, അതുകൊണ്ട് ഇവിടെ പറയില്ല. അങ്ങേര് ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങേരും ഞാനും അറിഞ്ഞാൽ മതി. അത് ഉസ്താദ് പറയും. ഒരു വലിയ കേസിൽ കുടുങ്ങിയാൽ ബുദ്ധിമുട്ടിക്കുന്ന കേസാണ്. ഓടി വന്ന ഉസ്താദിന്റെ അടുത്ത് ആ കേസുമായി ബന്ധപ്പെട്ടവരൊക്കെ കൊപ്പപ്പോസ നിയമപ്രകാരം ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിരിക്കുക. വാട്ട് ഇസ് ദ മീനിങ് കൊപ്പപ്പോസ? അതെന്തിനു ചുമത്തുന്ന നിയമമാണെന്ന് നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ അറിയാം. ഈ മലപ്പുറം ജില്ലയിൽ കുറെ ആളെ കൊപ്പപ്പോസ കൊളുക്കി കൊണ്ടൊരു ജയിലിൽ കെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പിന് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടക്കേണ്ട കേസാണ്. ഓടി വന്ന ഉസ്താദിന്റെ അതരത്തിലേക്ക്, ഉസ്താദേ എന്നെ രക്ഷിക്കണം, നമ്മുടെ സഹായിയാണ് അദ്ദേഹം, ഇവിടെ നിന്ന് എഴുതി നിങ്ങളെ വിട്ടിരിക്കുന്നു കൊണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഇവിടുത്തെ കടലാസിൽ എഴുതിയപ്പോ
ഹോപ്പ് ചുമത്തേണ്ട ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ഈ മനുഷ്യനെ വെറുതെ വിടുകയാണ്. ഉസ്താദിന് വേണ്ടി റിയാദിൽ കിടക്കുന്ന ഉസ്താദിനെ ജയിലിൽ നിന്ന് വിട്ടതായി കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇവിടെ എഴുതിയതിന്റെ പിറ്റേ ദിവസം ഉസ്താദിനെ ജയിലിൽ നിന്ന് വിട്ടു. ഉസ്താദിന് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നൂറുകണക്കിന് വാഹനത്തിന്റെ അകമ്പടിയോടെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയിട്ട് ആദ്യത്തെ സ്വീകരണം വെക്കുന്നത് കുണ്ടൂരിലാണ്. ഉസ്താദ് വിളിച്ചു, ഇവിടെ വന്നു. അള്ളാഹു അവിടുന്ന് പിന്നീട് ദർജ എവിടെ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ സൗദി അടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നു, ആ ഉസ്താദിന് ദമാമിൽ പ്രസംഗിക്കാൻ പറ്റില്ല, ഇവിടെ ഇറക്കില്ല, ഇവിടെ കൊടുക്കില്ല. പിറ്റേ ദിവസം കണ്ടു ഒരു താടി വെച്ച ഒരു പഹയന്റെ ഫോട്ടോ, അവൻ ജയിലിലായിരുന്നു. പൊന്നുമോനെ, ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് കല്ലെടുത്തെറിഞ്ഞിട്ട് അതിനൊന്നും പറ്റില്ല, കല്ല് കേടിരല്ലാതെ. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഉസ്താദിന് കിട്ടിയിരിക്കുന്ന പവറ് ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദിന്റെ പൊരുത്തം. വലിയല്ലാഹു സിഎം അബൂബക്കർ ഉസ്താദിന് കുത്തുബുല്ലാലം സിഎം ഉസ്താദിന്റെ പൊരുത്തം, അതുപോലെ ആയിരക്കണക്കിന് ഔലിയാക്കളുടെ പൊരുത്തം. അതാണ് ഞാൻ പറഞ്ഞത്, അത് നേടിയവർ ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും, അതിനെതിരെ നിന്നവർ തകർന്ന് തെരിപ്പണമായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാഴ്ചയാണ്. ഞാൻ ആരെയും ഓരോരുത്തരെയും ഉദാഹരിക്കുന്നു പറയേണ്ട ആവശ്യമില്ല, മൊത്തത്തിൽ എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം എന്താണ്? അത് മറന്നു പോകണ്ട. അള്ളാഹുവിനെ കാണലാണ്. പ്രേമം അള്ളാഹുവിനോടാകണം. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രേമം അള്ളാഹുവിനോടായിരുന്നു. എപ്പോ വന്നാലും ദിക്ർ ചൊല്ലാനാ പറയാ, എപ്പോ വന്നാലും യാസീൻ ഓതാനാ പറയാ, എപ്പോ വന്നാലും മൗലിദ് പറയാ, എപ്പോ വന്നാലും ഖത്തമോല. അള്ളാഹുവിനെ നിന്നെ കാണാനാണ് ഞാൻ ഭാര്യനെ വലിച്ചെറിഞ്ഞത്, മക്കളെ വലിച്ചെറിഞ്ഞത്. എത്രത്തോളം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇബ്രാഹിം റളിയല്ലാഹുവിന്റെ ബൽഖാ രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്, രാജാവാണ്, 18 രാജ്യം ഭരിക്കുന്ന രാജാവാണ്. ആ രാജസിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന ഒരു ദിവസം ഒരു കയ്യിൽ ഖുർആൻ, മറ്റേ കയ്യിൽ കുടിക്കാനുള്ള വെള്ളവുമായി കൊട്ടാരത്തിന്റെ പടിയിറങ്ങിപ്പോരുമ്പോ മന്ത്രി വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകുകയാണോ? ഇബ്രാഹിമിന്റെ ഗന്ധങ്ങൾ പറഞ്ഞു, ഞാൻ പോകുകയാണ്. ആ സമയത്ത് ഭാര്യ പുറകുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ വയറ്റിലൊരു കുട്ടി ജനിക്കുന്നുണ്ട് ട്ടോ, ആ കുട്ടിയുടെ ബാപ്പ നിങ്ങളാണ്, ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നിങ്ങളുണ്ടോ? ബഹുമാനപ്പെട്ട സുൽത്താനുസ്സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ പരമേൽപ്പിച്ചിട്ടാണ് പോകുന്നത്, അള്ളാഹു നോക്കിക്കോളുമെന്ന് പറഞ്ഞിട്ട് 18 രാജ്യത്തിന്റെ ചക്രവർത്തി ചെങ്കോല് വലിച്ചെറിഞ്ഞ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മലമ്പ്രദേശത്ത് പോയി താമസിക്കുകയോ അവിടെ ഇബാദത്തെടുക്കുകയോ തന്റെ ശിഷ്യന്മാർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഉസ്താദിന് ശിഷ്യന്മാര് ഖിദ്മത്ത് ചെയ്തു കൊടുക്കലാണ്. പക്ഷെ ഇബ്രാഹിം അത് അങ്ങനെയല്ല. തന്റെ ശിഷ്യന്മാരുടെ വസ്ത്രം അലക്കി കൊടുക്കുക, തന്റെ ശിഷ്യന്മാരെ കുളിപ്പിച്ചു കൊടുക്കുക, തന്റെ ശിഷ്യന്മാർക്ക് അങ്ങോട്ട് ഖിദ്മത്ത് ചെയ്ത് കൊടുക്കുക. അതായിരുന്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ പതിവ്. ഭാര്യ പ്രസവിച്ചു, ആ കുട്ടി വളർന്ന് വലുതായി പ്രായപൂർത്തിയായി. ഒരു ദിവസം ബാപ്പയെ ചോദിച്ചു, കുട്ടി ചോദിച്ചു, ഉമ്മ എന്റെ ബാപ്പാരാ? ചോദ്യം ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ ബാപ്പ നമ്മുടെ കൺമുമ്പിലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ കണ്ടത് കൊണ്ട് നമ്മൾ ഉമ്മാടി വെക്കില്ല എന്റെ വാപ്പാരാന്ന്. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കും, ഉമ്മാട് ഉമ്മ നമ്മുടെ വാപ്പാരാ? ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ആ പൊന്നുമോനോട് ഉമ്മ. ഒരു ദിവസം പറഞ്ഞു, മോനെ നിന്റെ ബാപ്പ ബൽഖാ രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന 18 രാജ്യവും ഭരിച്ചിരുന്ന രാജാവായ ഇബ്രാഹിം റളിയല്ലാഹു. ആ കുട്ടി ചോദിച്ചു, ഉമ്മ എന്റെ ബാപ്പാനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ ഭാര്യ അന്വേഷിച്ചു, എവിടെയാ ഇബ്രാഹിം തങ്ങളുള്ളത്? വിജനമായൊരു മലമ്പ്രദേശത്തുണ്ടെന്ന വിവരം കിട്ടി. ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഭാര്യ തന്റെ പ്രിയപ്പെട്ട മകനെ കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. കാണുന്ന രംഗം എന്താണെന്നറിയോ? ഒരു വലിയ വിറക് കെട്ട് ചുമന്നുകൊണ്ട് വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് 18 രാജ്യം ഭരിച്ച ബൽഖാ രാജ്യത്തിന്റെ ചെങ്കോലേന്തിയ രാജാവ്. ഒരു വലിയ വിറക് കെട്ടി തലയിൽ ചുമന്നൊരു വടിയും കുത്തിക്കൊണ്ട് നടന്നു വരികയാണ്. ഈ വിറക് കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന ഭക്ഷണം കഴി ഉണ്ടാക്കിയിട്ട് വേണം ജീവിക്കാൻ.
ഇത് കണ്ടു അകലെ നിന്ന് കണ്ടു ഭാര്യ. സഹിക്കാൻ പറ്റുന്നില്ല ഭാര്യക്ക്. തന്റെ സ്വന്തം മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ആ വരുന്നതാണ് നിന്റെ ബാപ്പ, അങ്ങ് ചെന്ന് പിടിച്ചോ. പെട്ടെന്ന് ഇബ്രാഹീമിന് അധികം തങ്ങളെ കണ്ട മകനോട് ചെന്നിട്ട് ബാപ്പാന്ന് പിടിച്ചിട്ട് അരക്കെട്ട് പിടിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ ആരാണെന്നറിയുന്നില്ല, തലയിൽ നിന്ന് വിറക് കെട്ടി താഴെ വെച്ച് ചോദിച്ചു, നീ ആരാണോ? ഗർഭത്തിലിരിക്കുമ്പോ പോണതല്ലോ. ആ കുട്ടി പറഞ്ഞു, ഉപ്പാ, ഞാൻ അങ്ങയുടെ മകനാണ്. അങ്ങ് എന്നെ ഗർഭം ധരിച്ച സമയത്ത് കൊട്ടാരം വിട്ടിറങ്ങി പോരുമ്പോ ഉമ്മാടെ വയറ്റിലുണ്ടായിരുന്ന മകനാണ് ഞാൻ. എനിക്കിപ്പോ പ്രായപൂർത്തിയായി. ഉപ്പാനെ കാണാമെന്നതാണ്, ഉപ്പാനെ കൂട്ടിക്കൊണ്ടാകാമെന്നതാണ്. പെട്ടെന്ന് ഒരൊറ്റ സമയം, ഒരു സെക്കൻഡ് സമയവും ഇബ്രാഹീമിന് അധികം തങ്ങളുടെ ചിന്തയങ്ങ് മാറുകയോ തന്റെ മകനിലേക്ക് ചിന്ത വന്നു പോകുകയും ചെയ്തു. മകനെ കെട്ടിപ്പിടിച്ചുമ്പ വെച്ചപ്പോ അതാ കേൾക്കുന്നു ആകാശത്തിന്റെ ഒരു ശബ്ദം, യാ ഇബ്രാഹീം, നിന്റെ ഭാര്യനെ വലിച്ചെറിഞ്ഞ്, മക്കളെ വലിച്ചെറിഞ്ഞ്, കുടുംബത്തെ വലിച്ചെറിഞ്ഞ്, ലിക്കൈ അറാക്ക, എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു വന്ന നീയോ, എന്നേക്കാൾ വലുത് നിനക്കിപ്പോ നിന്റെ മകനാണോ? ഒരു സെക്കൻഡ് സമയമാണെങ്കിലും നീ എന്നേക്കാൾ വലുത് നിന്റെ മകനായിട്ട് നിന്റെ മകനെ കണ്ടില്ലേ? അതുകൊണ്ട് നീ എന്റെ പൊരുത്തം വലിച്ചെറിഞ്ഞോ? ആകാശത്തുനിന്ന് ശബ്ദം വന്നപ്പോൾ പെട്ടെന്ന് ഇബ്രാഹീം അധികം തങ്ങളെ പിടിയങ്ങ് വിട്ടിട്ട് പറയാണ്, പഠിച്ചവരെ, ദുനിയാവ് എന്റെ കൽബിലങ്ങ് കയറിപ്പോയതാണ്. അതുകൊണ്ട് ഇബ്രാഹീമിന് അധികം തങ്ങൾ ഒരൊറ്റ ദുആയാണ്, പടച്ചവനെ, ഒന്നിരിക്കൽ ഈ കുട്ടിയെ ഇവിടെ വെച്ചിട്ട് മരിപ്പിക്കണോ, അല്ലെങ്കിൽ എന്നെ ഇവിടെ വെച്ചിട്ട് മരിപ്പിക്കണോ? ഈ കുട്ടിയും ഞാനും ദുനിയാവിൽ ഇനി ജീവിച്ചാൽ നിനക്ക് ഇബാദത്തെടുക്കുന്നതിന് ഈ കുട്ടി തടസ്സമാകൂ. അതുകൊണ്ട് ഈ കുട്ടിയെ ഇവിടെ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്നെ ഇവിടെ വെച്ച് മരിപ്പിക്കണോ? പക്ഷേ ഇബ്രാഹീമിനധികം തങ്ങളുടെ നാക്കിൽ നിന്ന് ആദ്യം വന്നത് കുട്ടിയുടെ കാര്യമായതുകൊണ്ട് ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ഓൺ ദി സ്പോട്ടില് തന്റെ പ്രിയപ്പെട്ട മകൻ മുമ്പിലങ്ങ് മരിച്ചു വീഴുകയാണ്. അത് കണ്ടുകൊണ്ട് ഭാര്യ ഇറങ്ങി വരികയാണ്. അലമുറയിട്ടുകൊണ്ട് വന്നിട്ട് പറയാണ്, എന്ത് പണിയാ നിങ്ങൾ ചെയ്തത്? തന്റെ പ്രിയപ്പെട്ട മകനെ മരിപ്പിച്ചല്ലോ. ഭാര്യയുടെ രോദനം തിരിഞ്ഞു നോക്കാതെ, മകനെ നോക്കാതെ തിരിഞ്ഞു പാട്ടും പാടി പോകുകയാണ്. തറഖത്തുൽ ഖൽഖ തുറം ഫീറുക വായിതമുൽ ഇയാലലികൈ അറാക. നമ്മുടെ തൊട്ടടുത്ത് മറവട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട പെരുമ്പടപ്പ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പുത്തമ്പള്ളിയിൽ മറവട്ട് കിടക്കുന്ന വലിയ മഹാനാണ്. ധാരാളം കറാമത്ത് കാണിച്ച മഹാനാണ്. കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരിനെ അല്ലാഹു മർക്കദഹു, മഹാനവർകളുടെ പൊരുത്തം അല്ലാഹു നമ്മളിലും ഈ മജ്ലിസിലും വർഷിപ്പിക്കട്ടെ. അവിടുത്തെ കറാമത്ത് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകും. എന്നാൽ ബഹുമാനപ്പെട്ട പുത്തമ്പള്ളിയുടെ ഉമ്മറത്ത് കാണുന്നൊരു മരുന്ന് കിണറില്ലേ, ഏത് മാരകമായ പാമ്പ് കടിച്ചാലും ആ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ വിശറിങ്ങിപ്പോകും. ഇത് പറയുമ്പോ ഒക്കെ ഇത് കേൾക്കുന്നുണ്ടാവും. അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റും. ഈ പോയി കാറിൽ ഇരുന്നിട്ട് തിരിച്ചു പറയാൻ കുറച്ച് വിഷമമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ എല്ലാവരുടെയും ആളാണല്ലോ. അതുകൊണ്ട് പറയാൻ തുടങ്ങി. അങ്ങനെ മുസ്ലിയാരെ മാരകമായിരിക്കുന്ന കിങ്കോബ്ര കടിച്ചിട്ട് ആ കിണറ്റിലെ കുറച്ച് പച്ചവെള്ളം കുടിച്ചാൽ വിശറങ്ങോ? ഈ വക അന്ധവിശ്വാസമാണോ നിങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയൊരു പാമ്പ് പിടുത്തക്കാരനുണ്ട്. അല്ല, പേരറിയോ മോനെ? അറിയും, ബാബാ സുരേഷ്. ആ പേരൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന റളിയല്ലാഹു അൻഹു പറയണ്ട കേട്ടോ. ബാബാ സുരേഷ് വലിയ പാമ്പ് പിടുത്തക്കാരനാ. അയാൾ 60ഓളം വട്ടം പാമ്പ് കടിച്ചിട്ടുണ്ട്. അയാൾ പലപ്പോഴും ഇഞ്ചക്ഷൻ അടിക്കാറില്ല. ഈ അടുത്ത ദിവസം അയാൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്ത് അയാളെ ഇന്റർവ്യൂ ചെയ്തൊരു പത്രക്കാരൻ പറഞ്ഞു, ഇത്രയധികം പാമ്പ് കടിച്ചിട്ടും നിങ്ങൾ ചാവാതിരിക്കാനുള്ള കാരണമെന്ത്? നിങ്ങളെ ബ്ലഡ് പരിശോധിച്ച് നോക്കുമ്പോൾ വിഷത്തിന്റെ അംശം പോലില്ല. അയാൾ പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തിൽ ദിവസവും സമർപ്പണം നടത്തിയിട്ട് വരുമ്പോ
എന്റെ ശരീരത്തിന്റെ ബ്ലഡിലേക്ക് വിഷം കയറത്തില്ല. നമ്മുടെ മനസ്സിന് നല്ല കോൺസെൻട്രേഷൻ കിട്ടുമ്പോ ബ്ലഡിന്റെ സർക്കുലേഷൻ പിടിച്ചു നിർത്തും. വിഷത്തിന്റെ അകത്തേക്ക് കയറിയാലും ഫലിക്കത്തില്ല. കുഞ്ഞാമന മുസ്ലിയാരുടെ മഖബറയുടെ ആ പള്ളിയുടെ മുമ്പിൽ കാണുന്ന കിണർ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കുഞ്ഞാമന മുസ്ലിയാർ അബറല്ലാഹു മർക്കബഹു മഹാനവർഗം ഹജ്ജിന് പോകുകയാണ്. ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് നമുക്കുള്ളപ്പോൾ ഒരു അഭയകേന്ദ്രമായിരുന്നു. ഖബറിന്റെ അടുത്ത് നിന്ന് ദ്വാരന്നാലും ജീവിച്ചിരിക്കുന്ന വലിയനും മരിച്ച വലിയനും കറാമത്തിൽ ഒരു വ്യത്യാസമില്ല. ഇനി മരിച്ച വലിയനാണ് ഒരർത്ഥത്തിൽ കറാമത്ത് കൂടുക. ജീവിച്ചിരിക്കുന്ന വലിയനേക്കാൾ മരിച്ച വലിയനാണ് കറാമത്ത് കൂടുക. അതിന് കാരണം എന്താ? മരിച്ച വലിയന്റെ അടുത്ത് നമ്മൾ വന്ന് ഖുർആൻ ഓതുന്നു, യാസീൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, ഹദ്ദാദ് നടത്തുന്നു, ഖുതുബിയ്യത്ത് നടത്തുന്നു, ബുർദ നടത്തുന്നു, സദഖ ചെയ്യുന്നു. അപ്പൊ അതിന്റെയൊക്കെ ബർക്കത്തും റഹ്മത്തിന്റെ മലായിക്കത്തും എപ്പോഴും ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കൂടുതൽ സാധ്യത മരണപ്പെട്ടു പോയ വലിയന്റെ മഖബറയുടെ അടുത്താണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാമന മുസ്ലിയാർ ഹജ്ജിന് പോകുകയാണ്. നമ്മുടെ കൊണ്ടൂർ ഉസ്താദ് ഹജ്ജിന് പോകുമ്പോ നമുക്ക് വിഷമുണ്ടായിരുന്നു പലർക്കും. പുറച്ചവന് ഉസ്താദ് ഹജ്ജിന് പോയ എന്തെങ്കിലും പ്രശ്നം വന്ന ആരെത്താന്ന് വന്ന് പറയാം. കേസൊന്നും ഒഴിവാക്കാൻ കൊണ്ടൂർ ഉസ്താദ് മതി, വിജിലൻസിന്റെ കേസൊന്നും ഒഴിവാക്കാൻ ഉസ്താദ് മതി, കടം വീട്ടാൻ ഉസ്താദ് മതി. എന്ത് പ്രശ്നം വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ അടുത്ത് അതിന് പരിഹാരമുണ്ട്. റോഡ് നേരെക്കാൻ ഉസ്താദ് മതി, ഗവൺമെന്റ് വേണ്ട, പഞ്ചായത്ത് വേണ്ട. റോഡ് വൃത്തിയാക്കാൻ ഉസ്താദ് മതി. ഞാനിവിടെ ഒരിക്കൽ ബഹുമാനപ്പെട്ട കൊണ്ടൂർ ശൈഖുന വലിയുള്ളാഹിനെ കാണാൻ വരുമ്പോ അപ്പുറത്താണെന്ന് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന്റെ തെക്ക് വടക്ക് എനിക്ക് രാത്രി വന്നുകൊണ്ട് ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല. പണ്ടത്തെ കൊണ്ടൂരല്ല, ഇപ്പുറത്തെ കൊണ്ടൂർ ആകെ മാറി. അതുകൊണ്ട് ഞാൻ വന്നപ്പോ ആ പാടത്ത് ഉസ്താദ് ഒരു പെരക്ക് തറ കെട്ടുക, തനി പാടത്തിന്റെ നടുക്ക. അപ്പൊ എന്നെയും വിളിച്ചോ, മുള്ളൂർക്കര ഇങ്ങോട്ട് വാ, ഇത് ഇങ്ങൾക്കും ആവാന്ന് പറഞ്ഞു. നിങ്ങളും ഇത് പഠിക്കാൻ കൂടണമെന്ന് പറഞ്ഞു. വെള്ളക്കുപ്പായാണ്, വെള്ള തുണിയാണ്, മടക്കി കുത്തി ഉസ്താദിന്റെ കൂടെ ഇറങ്ങി ആ കണ്ടത്തിൽ തുറു പിടിച്ച് കിടക്കണ കണ്ടമാണ്. ഞാനും വെച്ചു ആ പെരക്കൊടുക്കല്ല്. ഉസ്താദാണ് പഠിത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ വരുമ്പോ പറയും, ഞാൻ ദിവസം കുറച്ചത് പഠിത്തുകൊണ്ടിരിക്കുകയാണ്. കൂലിക്കാല കിട്ടാഞ്ഞിട്ടല്ല, ഉസ്താദ് പഠിത്ത് കണ്ട് കാണിച്ചു തരിക. ഖന്തക്ക് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ കൂടെ നിന്നിട്ട് കിടങ്ങി കയറിയില്ലേ? അപ്പോഴല്ലേ സുഹാബി വിളിച്ചു പറഞ്ഞത്, അല്ലാഹി ലൗലാ അൻത മഗ്താദുനാ വലാ തസദ്ദഖനാ ഫലാ സല്ലൈനാ ഫഅൻസിൽ സകീനതൻ അലൈനാ ഫസബ്ബിതിൽ അഖദാമ ഇലാ ഖൈനാ. അവിടെ വെച്ചിട്ടല്ലേ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മരണപ്പെട്ടു പോയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് ആ മക്കളെ ഹയാത്താക്കി കൊടുത്ത സംഭവം ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാനതിന്റെ പണ്ടത്തെ വാതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അത് റസൂലുള്ളാഹിന്റെ താബിയാണ്, റസൂലുള്ളാഹിന്റെ ഉത്തമമായ മാതൃകയാണ്. അതാണ് ആശിഖുർ റസൂൽ കൊണ്ടൂർ ഉസ്താദ് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി മഹാനവറുകൾ ജീവിതകാലത്ത് വീട് പണിത് കൊടുത്തത്. അതാണ് മാർഗം നേരെയാക്കി, വഴി നേരെയാക്കി കൊടുത്തത്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈമാൻ 72-ലധികം ശാഖയാണ്. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് ഏറ്റവും ശ്രേഷ്ഠമേറിയ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി തരീഖ്, അതിന്റെ ഏറ്റവും താഴ്ന്ന പടി വഴിയിൽ കിടക്കുന്ന മുള്ളുമരടുകളൊക്കെ നീക്കിക്കൊടുത്തിട്ട് വഴി ശുദ്ധീകരിച്ചു കൊടുക്കലാണ്. മാർഗ തടസ്സമുണ്ടാക്കുന്നത് മുസ്ലിമിന്റെ ലക്ഷണമേ അല്ല. ഒരു വഴി ബ്ലോക്കാക്കല് എന്തിന്റെ പേരിലായാലും മുസ്ലിം സമുദായം ചെയ്യാൻ പാടില്ല. ഇലക്ഷൻ കഴിഞ്ഞു, പലയിടത്തും പലരാ ജയിച്ചത്. ആരായാലും ഞാൻ ഒരു പാർട്ടിക്കും വേണ്ടി പറയല്ല. വഴി ബ്ലോക്കാക്കിക്കൊണ്ടുള്ള പ്രകടനം, വഴി ബ്ലോക്കാക്കിക്കൊണ്ടുള്ള ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം ഇസ്ലാം മതം വകവെച്ചു കൊടുത്തില്ല. ഈമാന്റെ അവസാനത്തെ ശാഖ ഇമാത്തത്തുൽ അദാ അനി തരീഖ്, വഴിയിൽ കിടക്കുന്ന കല്ലുകരടുകളേക്ക് മാറ്റിക്കൊടുത്ത് വഴി നന്നാക്കലാണെന്ന് ഖാല റസൂലുള്ളാഹി. മറ്റുള്ളവർ വഴി മുടക്കുന്നുണ്ടാവും, അവര് തുണി അയക്കുന്നുണ്ടാവും, അവര് പെണ്ണുങ്ങളെ പ്രകടനത്തിന് ഇറക്കലുണ്ടാവും. നമുക്ക് ഈ പണി പറ്റത്തില്ല മക്കളെ. 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് ലജ്ജിച്ച് തരം താറ്റിപ്പോയി. കാരണം നമ്മന്റെ ആൾക്കാർ ഒരു പെണ്ണിന്റെ കോലു ഏറ്റിട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഞാനും മറ്റു പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, പെണ്ണ് മത്സരിക്കണ്ട. ആദ്യം ഉണ്ടാന്ന് പറയാ, പിന്നെ ഒന്നെന്ന് പറയുന്നത് ശരിയല്ല. പറഞ്ഞവരെ തുറക്കണം. ആയത്ത് മാറിയിട്ടില്ല, ഹദീസ് മാറിയിട്ടില്ല,
കിതാബ് തിരിച്ചിൽ മാറിയിട്ടില്ല. അന്നത്തെ ആയത്ത് തന്നെ ഇപ്പോഴുള്ളത്, അന്നത്തെ ഹദീസ് തന്നെ ഇപ്പോഴുള്ളത്. ഒരു മൗലവിയുടെ ഫത്വ വായിച്ചു, ജനറൽ സീറ്റിലാണെങ്കിൽ ഹലാല്, സംവരണത്തിലാണെങ്കിൽ വാജിബ്. അപ്പൊ ഞാൻ ചോദിച്ചു, മുറുക്ക് ഹലാലും ചാറ് ഹറാമും ആകുന്ന ഒരു മസല ഉണ്ടോ മൊയ്ലിയരെ? ഉണ്ടോ? മുറുക്ക് ഹലാലും ചാറ് ഹറാമാകുന്ന മസല ഉണ്ടോ ഇസ്ലാമില്? എന്ത് ജനറൽ, എന്ത് മണ്ണാങ്കട്ട, എന്ത് കുളാണ്ടർ. ഞാനൊരു പോസ്റ്റിലിരിക്കുന്ന ആൾ തന്നെയാണ്. അത് വേറെ, ഇത് വേറെ. ഞാൻ ഇവിടെ വെച്ചും പറയാം, ഈ പറഞ്ഞതിന്റെ പേരിൽ ആ പോസ്റ്റ് തെറിച്ചു പോകുകയാണെങ്കിൽ അത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നതിന് ഒരു മടിയും ഈ സാധുവായിരിക്കില്ല. ഞാൻ ഗവൺമെന്റിനെതിരെ പറഞ്ഞതല്ല, ഇസ്ലാം ദീനിന്റെ കാര്യം പറഞ്ഞതാ. അത് പറഞ്ഞിടത്ത് തന്നെ നിൽക്കണം. പിന്നെ മത്സരിക്കുന്നത് തെറ്റാന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഒരു മൗലവി പത്ത് കൊടുത്ത് കണ്ടു, ആ മൗലവിയുടെ പേര് ഞാൻ പറയില്ല, പറഞ്ഞിട്ട് വലുതാവണ്ടെന്ന് വെച്ചിട്ടാ. ഇസ്ലാമിക വേഷവിധാനത്തോടെയാണെങ്കിൽ മത്സരിക്കുന്നത് തെറ്റില്ല എന്ന്. എങ്ങനെയാണാവോ അതിനൊരു താരീഫ് പറയാൻ പറ്റുമോ? ഇസ്ലാമിക വേഷവിധാനത്തോടെ മത്സരിക്കുക. അതാ ഇപ്പൊ കണ്ടത്. മാട്ടൂല് കണ്ടില്ല നിങ്ങള്? ഇസ്ലാമിക വേഷം, ഒരു പെണ്ണിന്റെ വേഷം എടുത്ത് ഒരു തട്ടു, 2 സതിയെ മുന്നിൽ വെച്ചു, എന്നിട്ട് ആൾക്കാർ കൂടി ഇതുമെങ്ങനെ ഓണടിക്കുക, ബസ്സിന്റെ ഓണടിക്കുന്ന പോലെ. അവസാനം ഇവൻ നിന്നിട്ട് അവന്റെ സാധനം പൊക്കി കാണിച്ചു കൊടുക്കണം, അതിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ. ഇസ്ലാമിക ശരീഅത്തിനനുസരിച്ചുള്ള മത്സര. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അതുകൊണ്ട് ദീൻ ഇവിടെ നശിച്ചു പോകുമ്പോ ഇദാ ലഹറൽ ബിദഉ ഫസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. സമുദായത്തിൽ ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി ആലിമ സത്യം പറയാതിരുന്നാൽ അവന്റെ തലയ്ക്ക് മുകളിൽ അല്ലാഹുവിന്റെ ലഅനത്തിറങ്ങുമെന്ന് ഖാല റസൂലുള്ളാഹി. ആര് ചെയ്താലും എവൻ ചെയ്താലും മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ എന്ന് പറയും. എല്ലാവരും പറഞ്ഞത്, ന്യായീകരണം പറഞ്ഞത് ഇതാണ്, നമ്മൾ ഈ സംവരണ സീറ്റിലൊക്കെ മത്സരിച്ചിട്ടില്ലെങ്കിൽ അവിടൊക്കെ മറ്റുള്ളവർ മത്സരിച്ച് കയറും. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഭരണം പോകും, ഭരണം പോയാൽ നമ്മുടെ സ്വാധീനം പോകും, സ്വാധീനം പോയാൽ നമുക്ക് കിട്ടുന്നത് പോകും. എന്താ കിട്ടാൻ പോണ്? 2800 രൂപ ശമ്പളവും 3500 രൂപ ഫീസും. ഇതാ പോണുള്ളൂ. അത് ഞമ്മക്കൊന്നും പോയില്ല. അവിടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇരുന്നോട്ടെ, ഏതെങ്കിലും ഇരുന്നോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ പഞ്ചായത്ത് രാജ് ആക്ടും പഞ്ചായത്തും തെരഞ്ഞെടുപ്പൊക്കെ വന്നത് എത്ര കാലം മുമ്പേ? അതിന്റെ ശേഷമാണോ ഇപ്പൊ ഇസ്ലാം ലോകത്തുണ്ടായത്? ആണോ? ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വളർച്ച ഉണ്ടായത് പഞ്ചായത്തിൽ മത്സരിച്ചിട്ടാ? കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പുരോഗതി ഉണ്ടായത് ഇലക്ഷന് മത്സരിച്ചിട്ടാ? പെണ്ണ് മത്സരിച്ചിട്ടാ? ആന മത്സരിച്ചോട്ടെ, ആന മത്സരിക്കുന്നത് തെറ്റല്ല, ആയിക്കോട്ടെ. അതേ സമയത്ത് പെണ്ണ് വേണ്ട എന്ന് റസൂലുള്ള പറഞ്ഞ് പെണ്ണ് ഭരിച്ച രാജ്യത്ത് വിജയമില്ലെന്ന് ഖാല റസൂലുള്ളാഹി. എവിടെ വിജയിച്ചിട്ടില്ല? പറയുമ്പോ പറയും, ചിലവർ പറയാറുണ്ട് ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോ വിജയിച്ചില്ലേ? വമ്പം പരാജയമായിരുന്നു. ഞാൻ നോളജ് സിറ്റിയിൽ പറഞ്ഞത് പിന്നെ പറയാം, അന്ന് ഇലക്ഷൻ ആയിരുന്നു, അത് പറഞ്ഞിട്ട് അതിന് വോട്ട് കുറയേണ്ട വെച്ചിട്ട് പറയാതിരുന്നതാ. ഇപ്പൊ എന്തായാലും പോയി പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇന്ദിരാഗാന്ധിയുടെ ഭരണം ഒരു പെണ്ണെന്ന നിലക്ക് പരാജയമായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്ത്യയുടെ ചരിത്രത്തെ ഏറ്റവും അധികം മോശപ്പെടുത്തിയത് ആ കാലഘട്ടത്തിലായിരുന്നു. തീർന്നില്ല, സ്വന്തം ശരീരത്തിന്റെ പ്രൊട്ടക്ഷൻ പോലും ഏറ്റെടുക്കാൻ കഴിയാതെ ഡൽഹിയിലെ നമ്പർ 10 സഫ്ദർജംഗ് റോഡിലുള്ള തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിയാന്ത് സിംഗിന്റെ തോക്കിന്റെ ഒഴിമോ ഉണ്ടയേറ്റുകൊണ്ട് ഇന്ദിരാഗാന്ധി പടഞ്ഞു മരിക്കുകയാണ് ഉണ്ടായത്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമുണ്ട് നമ്മുടെ നാട്ടില്. ഷെയ്ഖ് ഹസീനയാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ ഇന്നും പരാജയമാണ്. പാകിസ്ഥാനിൽ ഒരു പെണ്ണ് ഭരിച്ചിരുന്നു, ബേനസീർ ഭൂട്ടോ. ഒരു ദിവസം പൊട്ടിത്തെറിച്ചുകൊണ്ട് മരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്, നിങ്ങളും കണ്ടത്. എവിടെയാ പെണ്ണ് ഭരിച്ചിടത്ത് വിജയമുണ്ടായത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണ് ഭരിച്ചിടത്ത് വിജയമില്ല. അതുകൊണ്ട് അധികാരം അവരുടെ കയ്യില് രാഷ്ട്രത്തിന്റെ കൊടുക്കണ്ട, കുടുംബത്തിന്റെ കൊടുത്തോളൂ. കുടുംബം നന്നായാൽ നാട് നന്നാകും, നാട് നന്നായാൽ രാജ്യം നന്നാകും, രാജ്യം നന്നായാൽ രാഷ്ട്രം നന്നാകും, രാഷ്ട്രം നന്നായാൽ ഭൂഖണ്ഡം നന്നാകും, ഭൂഖണ്ഡം നന്നായാൽ ലോകം നന്നാകും. അതുകൊണ്ട് ലോകം നന്നാകണമെങ്കിൽ പെണ്ണ് നന്നാവണോ? അതുകൊണ്ട് പെണ്ണിന് കുടുംബത്തിന്റെ ഭരണം കൊടുക്കണം. അത് പറഞ്ഞതാണ് ഖാല റസൂലുള്ളാഹി. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞു പോയതാ കേട്ടോ. മാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് വലിയുല്ലാഹി ആശിഖുർ റസൂല, റസൂലുള്ളാഹിന്റെ ജീവിതം മുഴുവൻ ജീവിതത്തിൽ പകർത്തിയ ആളാണ്. അതുകൊണ്ടാ വരമ്പ് വെച്ചതും, അതുകൊണ്ടാ കെട്ടിയതും, അതുകൊണ്ടാ റോഡ് നന്നാക്കിയതും, അതുകൊണ്ടാ കല്ല് പെറുക്കിയതും, അതുകൊണ്ടാ റോഡ് നന്നാക്കി കൊടുത്തതൊക്കെ റസൂലുള്ളാഹിന്റെ മാർഗ്ഗം. അത് ഈമാനിന്റെ മാർഗ്ഗമാണ്. മോഹൻപ്പെട്ടവർ ഹജ്ജിന് പോണ സമയത്ത് ആളുകൾ ഇവിടെ വന്ന് കൂട്ടത്തോടെ പറഞ്ഞു, ഉസ്താദ് ഹജ്ജിന് പോയാൽ ഞങ്ങൾ ആരെത്തഞ്ഞ് വരിക? നിങ്ങൾക്ക് അല്ലുണ്ട്, ഇവിടെ ഉണ്ട്, ഈ സ്ഥാപനമുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, ഇതിൽ പങ്കെടുത്തോളൂ എന്നാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മഹാനായ പെരുമ്പടപ്പിലെ കുഞ്ഞാമത് ഉസ്താദ് ഹജ്ജിന് പോകുമ്പോ
ആ നാട്ടിലെ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ബഹുമാനപ്പെട്ട ശൈഖുന, നിങ്ങൾ ഹജ്ജിന് പോയാൽ ഞങ്ങൾ ആരോടാണ് കംപ്ലൈന്റ് പറയാന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്ത് പാമ്പ് കടിച്ച തേള് കുത്തിയ വിഷം വരുമ്പോ അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം അഊദു ബികലിമാതി അല്ലാഹി അത്തഅമ്മാതി മിൻ ശർരി മാ ഖലഖ വനനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്നുള്ള ശിഫാഇന്റെ ആയത്തും മറ്റൊക്കെ ചൊല്ലിയിട്ട് ആ വെള്ളത്തിലൂതി അങ്ങ് കൊടുത്തിട്ട് അത് കുടിച്ചാൽ വിഷമിറങ്ങുന്നല്ലോ. ആയിരക്കണക്കിന് ആളുകൾക്ക് അഭയം നൽകിയ, ജാതിമത വ്യത്യാസമില്ലാതെ അഭയം നൽകിയ വലിയുള്ളാഹി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ഹജ്ജിന് പോകുമ്പോ ആ നാട്ടിലെ ജനങ്ങൾ വന്ന് കരച്ചിലായി നിന്നപ്പോ ശൈഖുന ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലോ നിങ്ങൾക്കിനി വല്ല പാമ്പിന്റെ വിഷം വന്നാൽ, തേളുകുത്തിയ വിഷം വന്നാൽ ഇതാ ഈ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലങ്ങ് മന്ത്രിച്ചിട്ട് പെരുമ്പടപ്പ് പള്ളിയുടെ തൊട്ടുള്ള കിണറിലേക്ക് ഒഴിച്ചു. ഖിയാമത്ത് നാൾ വരെ ഈ കിണറിലെ വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് മാരകമായിരിക്കുന്ന ഈ പാമ്പിന്റെ വിഷത്തിന് ശിഫയുണ്ടാകുമെന്ന് വലിയുള്ളാഹി മഹാനവർകൾ നിർദ്ദേശിച്ചു. അങ്ങേര് ഹജ്ജ് കഴിഞ്ഞു തിരിച്ചു വന്നു. എന്റെ വിഷയം അതല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന്റെ മുമ്പേ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ വിവാഹിതനാണ്. വിവാഹം കഴിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല. കാരണം സുന്നത്തായ കാര്യം തന്നെയാണ്. പക്ഷേ ഇബാദത്തിൽ കൊണ്ടുപോകുമ്പോ ചില ആശിക്യങ്ങൾ പെണ്ണിനെ മറക്കാറുണ്ട്, മക്കളെ മറക്കാറുണ്ട്. ഇബ്രാഹിമിന്റെ അധികമിന്റെ ചരിത്രം അതിനു വേണ്ടിയാ ഞാൻ പറഞ്ഞത്. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അതുകൊണ്ട് ഇബാദത്തിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് വിവാഹം മനസ്സിലേക്ക് വന്നില്ല. അല്ലാഹുവിനെ കണ്ടാ മതിയല്ലോ, എനിക്ക് പെണ്ണ് വേണ്ട, എനിക്ക് അല്ലാഹ് മതി. ഇങ്ങനെ ചിന്തിച്ചു പോയ ഒരുപാട് മഹാന്മാരുണ്ട്. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ഹജ്ജൊക്കെ അതിന് പോകുന്നതിന് മുമ്പ് നിക്കാഹ് ചെയ്യാൻ തീരുമാനിച്ചില്ല. ഒരു ദിവസം അവിടുത്തെ ഉസ്താദ് വിളിച്ചു, കുഞ്ഞഹമ്മദേ, നിന്നൊന്ന് എനിക്ക് കാണണം. മരിക്കാൻ കിടക്കുന്ന ഉസ്താദിന്റെ അടുത്ത് ചെന്നപ്പോ കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ വിളിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, മോനെ, എന്റെ ഗുരുത്തം നിനക്ക് വേണോ? വേണോ ഉസ്താദേ. എന്നാ ഞാൻ പറയുന്ന ഒരു പണി എടുക്കണം. അതെന്താ? എനിക്കൊരു മകളുണ്ട്, ഞാൻ മരിക്കാൻ പോകുകയാണ് അടുത്ത സമയത്ത്. അവളെ നീ നിക്കാഹ് ചെയ്യണം. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ കുടുങ്ങി. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂക്കാരനാ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, പെരുമ്പടപ്പിന് മരിച്ചു കിടക്കണ മഹാൻ. ഉപ്പാപ്പ പറഞ്ഞു, ഞാൻ നിക്കാഹ് ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഉസ്താദ് പറഞ്ഞു, മൻ തസവ്വജ ബിഇംറഅത്തിൻ ഫഖദ് അഗറത സുൽഫൈ ദീനി. ഹദീസ് അങ്ങോട്ട് ഓതിക്കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, പോയി സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഉസ്താദിന് വേണ്ടി നിക്കാഹ് സ്വീകരിച്ചു. കല്യാണം കഴിഞ്ഞ് പുതിയ പെണ്ണ് ആഗ്രഹിച്ചു. ആദ്യമായിട്ട് വീട്ടിൽ കൂടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? മധു നുകരുന്ന മനോഹര രാവ്, മനം നുകരുന്ന മനോഹര രാവ്. ആ രാവിന് വേണ്ടി പുതിയ മണവാട്ടി അറയിൽ കാത്തിരുന്നപ്പോ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നേരം വെളുക്കോളം സുന്നത്ത് നിസ്കരിച്ചു. സുബഹിയായി. പിറ്റേ ദിവസം ഹജ്ജിന് പുറപ്പെടുകയാണ്. തൊട്ടിട്ടില്ല ഭാര്യനെ. ആദ്യത്തെ രാത്രി ഭാര്യയെ തൊട്ടില്ല. മുഴുവൻ ഇബാദത്തിൽ നീങ്ങി. അങ്ങനെ ഹജ്ജിന് പോയി തിരിച്ചു വന്ന് വീട്ടിൽ കയറിയാൽ ആദ്യം ചെയ്യേണ്ട കടമ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. യാത്ര അവസാനിപ്പിക്കുമ്പോ ചെയ്യേണ്ട 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ നിസ്കാരം, മഹാന്മാരായ ഔലിയാക്കളുടെ നിസ്കാരം നമ്മുടെ നിസ്കാരം പോലെയല്ല. നമ്മുടെ നിസ്കാരം എന്താണ്? തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി തളില്ലു വഖദ് അതിമം തഹാ ഗൈറ ആലിമി തസീദു ഇഹ്തിയാതൻ റകഅതൻ ബഅദ റകഅതി. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് പുട്ടും കച്ചവടത്തിന്റെ കാശിന്റെ കിട്ടാനുള്ള കണക്കോടി വരുന്നത്.
പലചരക്ക് പീഡിയക്കാരൻ കൈയെട്ടിയാലാണ് അവന് 10 കൊല്ലം മുമ്പ് കൊടുക്കാനുള്ള കണക്കൊക്കെ മനസ്സിൽ വരുന്നത്. മറന്നുപോയ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇബ്ലീസ് ഇട്ട് തിരഞ്ഞ് നമ്മൾ നിസ്കരിക്കുമ്പോഴാണ്. ഔലിയായിന്റെ നിസ്കാരം അങ്ങനെയല്ല, അമ്പിയാക്കളുടെ നിസ്കാരം അങ്ങനെയല്ല, ആശിക്കീങ്ങളുടെ നിസ്കാരം അങ്ങനെയല്ല. അവരുടെ ഹൃദയം പതക്കുകയാ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിലോ ഒരു യുദ്ധക്കളത്തിൽ വെച്ചൊരു അമ്പ് തറച്ചുപോയി. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അമ്പിന്റെ തലയിങ്ങ് വലിച്ചപ്പോൾ അതിന്റെ ഒരു കഷ്ണം കാലിന്റെ ഉള്ളിൽ പൊട്ടിയിരുന്നു. അന്നിന്നത്തെ പോലെ കീംസില്ല മീംസില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജില്ല, മെഡിക്കൽ യൂണിവേഴ്സിറ്റി വരാത്ത കാലമാണ്, സർജറി വികസിക്കപ്പെടാത്ത കാലമാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ ഉള്ളില് അമ്പിന്റെ കഷ്ണം തുളഞ്ഞിരുന്നത് പൊട്ടിക്കിരുന്നപ്പോൾ എല്ലാ പരിശ്രമം നടത്തി. സഹാബത്തിന് പുറത്തെടുക്കാൻ പറ്റുന്നില്ല, വേദന കൊണ്ട് അലിയാരിങ്ങനെ പുളയാണ്. അവസാനം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊടുത്തു സഹാബാക്കളോട്, എന്റെ കാലിൽ തറച്ചു കിടക്കുന്ന അമ്പിന്റെ കഷ്ണം പുറത്തെടുക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? ഞാൻ നിസ്കാരത്തിലേക്ക് നിന്നാൽ നിങ്ങളെന്റെ കാലിന്റെ അമ്പിന്റെ കഷ്ണം കത്തികൊണ്ട് കീറി പുറത്തെടുത്തോ. അന്ന് തരിപ്പിക്കലില്ല, അനസ്തേഷ്യല്ല, ബോധം കെടുത്താത്ത കാലമാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നിസ്കരിക്കാരങ്ങ് കയറിയപ്പോ ബഹുമാനപ്പെട്ട സഹാബത്ത് തണ്ടങ്കാലിൽ തറച്ചിരിക്കുന്ന അമ്പിന്റെ തല സ്വഹാബത്തിന്റെ കയ്യിലുള്ള വാളുകൊണ്ടങ്ങ് പളായെന്ന് കീറുകയാണ്. അതിന്റെ അകത്തുനിന്ന് കയ്യിട്ടിട്ട് അമ്പിന്റെ കഷ്ണം വലിച്ചെടുക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ അലിയാര് ചോദിച്ചതുണ്ട്, നിങ്ങളാ കഷ്ണം പുറത്തെടുത്തോ? മോനെ, അതാണ് നിസ്കാരം, അതാണ് നിസ്കാരം. ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ യാത്ര കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് വീട്ടിൽ കയറിയിട്ട് നിസ്കരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ ആദ്യരാത്രി ഭർത്താവിനെ കിട്ടാതെ ഭാര്യ വിഷമിച്ചു കിടന്ന പെണ്ണില്ലേ, ബഹുമാനപ്പെട്ട വലിയുള്ളാഹിന്റെ ഭാര്യ, കന്യകാത്വം നഷ്ടപ്പെടാത്ത പെണ്ണ് ഓടി വരികയാണ് ഭർത്താവിനെ കാണാൻ. നിസ്കരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ വലിയുള്ളാഹിന് കർട്ടനിങ് മാറ്റിയിട്ട് ഭാര്യ വെറുതെ ഒന്ന് നോക്കി. സുബ്ഹാനല്ലാഹ്, അത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ കണ്ടു. തന്റെ നിസ്കാരത്തെ വസുവാസാക്കുന്ന നിലക്ക് തന്റെ ഭാര്യ വന്ന് നോക്കിയത് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ കണ്ടു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ഭാര്യയുടെ കൈ പിടിച്ച് നേരെ ഭാര്യ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇവളെനിക്ക് വല്ലാത്ത വശമാണ്, കാരണം എന്റെ ഇബാദത്തിന് ഇവള് തടസ്സമാണ് കേട്ടോ. അതുകൊണ്ട് നിനക്ക് ആരോഗ്യമുള്ള പുരുഷനോട് നിന്റെ വികാരശമനം നടത്താൻ വേണ്ടി ഞാൻ സമ്മതം തന്നു. ഞാൻ നിന്നെ തലാക്ക് ചൊല്ലി. ആ ഭാര്യനെ തലാക്ക് ചൊല്ലി. വികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന ഉസ്താദ്, അള്ളാഹുവിനെ പ്രേമിക്കുന്ന ഉസ്താദ്, ഭാര്യയോടുള്ള വികാരമല്ല അള്ളാഹിനെ പ്രേമമാണ്. അവിടുന്ന് അങ്ങ് പോകുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ പ്രിയപ്പെട്ട ഉസ്താദ് അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് ഭാര്യയെ തലാക്ക് ചൊല്ലിയിട്ട് അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട പെരുമ്പടപ്പിലെ ഉസ്താദ് മരിക്കുന്ന സമയത്ത് ആ പുത്തമ്പള്ളിയുടെ 1ാമത്തെ നിലയിൽ കയറിയിരുന്നിട്ട് ഇബാദത്ത് ചെയ്തതിന്റെ പേരിൽ കാലങ്ങ് വളഞ്ഞു പോയി. ആ വളഞ്ഞ കാലി വെച്ചിട്ടാണ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു മർക്കദഹു മഹാനവർകൾ മരിച്ചത്. ഞാൻ 1981 പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ ആദ്യമായി മീസാൻ ഓതിയത് അവിടുന്ന് എന്റെ ആദ്യാക്ഷരം കുറിക്കുന്നത് 1981. ആ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ മയ്യത്ത് കുളിപ്പിച്ച 2 ആള് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. 2 കാരണന്മാര്. അവരെപ്പോഴും പെരുമ്പടപ്പ് പള്ളിയിൽ നിസ്കരിക്കാൻ വരും. അവരോട് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ കൊച്ചുകുട്ടികളാ ചോദിക്കുക. അവരിങ്ങനെ പറഞ്ഞുതരും, കാരണന്മാര് അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ വളഞ്ഞ കാല് മരിച്ച സമയത്ത് നിവർത്താൻ നോക്കി നേർന്നില്ല. ആ വളഞ്ഞ കാല് വെച്ച് ഉസ്താദിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. കഫൻ ചെയ്യാൻ നോക്കുമ്പോ ഈ കാലിങ്ങനെ പൊന്തി നിൽക്കാൻ, ഇത് കാണുന്നവർക്ക് വല്ലാത്തൊരു ഐബ്. ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കാൻ, കഫൻ ചെയ്ത് നോക്കുമ്പോ ഒരു കാലിങ്ങനെ പൊന്തിയിരിക്കണം.
ആളുകളെ പറയണം, ഇത്ര വലിയ വെടിയായിട്ട് ഈ കാലെന്താ ഇങ്ങനെ പൊന്തിക്കിടക്കുന്നത്? ഇത്ര വലിയ കറാമത്തുണ്ടെങ്കിൽ ആ കാലൊന്ന് നിർത്തിവെച്ചൂടെ? ആ സമയത്ത് അവിടെ മയ്യത്ത് കുളിപ്പിച്ച ഉസ്താദിന്റെ ഖാദിമീങ്ങൾ നിന്നിട്ടൊരൊറ്റ പോയാണ്, പഠിച്ചവരെ ഞങ്ങളുടെ ഉസ്താദിന് നീ വലിയ പവർ കൊടുത്താലാണ് അവിടുത്തെ കറാമത്ത് കൊണ്ട് ആ കാലൊന്ന് നിവർത്തി വെക്കണേ. കഫൻ തുണിയുടെ ഇടയിൽ നിന്ന് പൊങ്ങി നിന്ന കാല് താന്നുപോയി. അങ്ങനെ വളഞ്ഞ കാല് നിവർത്തി വെച്ചിട്ട് മരിച്ചതിന്റെ ശേഷം നിവർത്തി വെച്ചിട്ടാണ് പെരുമ്പടപ്പ് പുത്തമ്പള്ളിയുടെ അകത്ത് കബറിൽ കിടക്കുന്ന മഹാന് കബറടക്കം ചെയ്യിപ്പിച്ചത്. കറാമത്ത് കാണിച്ചു. കാരണം അല്ലാഹനെ പ്രേമിച്ച മനുഷ്യനാണ്. അല്ലാഹനെ പ്രേമിച്ചവരാ ഔലിയാക്കള്. നമ്മൾ മോനെ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു പറയുന്നതിന് പകരം അല്ലാഹ് ലവ്, അല്ലാഹ് ലൈക്ക്, അല്ലാഹ് കമന്റ്, അതിന്റെ മുകളിലേക്ക് പോ. നമ്മുടെ മഹബ്ബത്ത് എപ്പോഴും അല്ലാഹനോടാവട്ടെ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹനെ ആരെങ്കിലും കാണണം എന്ന് ആഗ്രഹമില്ലേ മോനെ? നമ്മളൊക്കെ പറയാറുണ്ട് അല്ലാഹനെ കാണണം. വളരെ സിമ്പിളായിട്ടാ പറയാറില്ല എല്ലാവരും, അല്ലേ? സ്വർഗത്ത് പോയാ പഠിച്ചോനെ അല്ലാഹനൊക്കെ ഒന്ന് കാണിച്ചു തരണം. എന്തപ്പോ അല്ലാഹനെ കാണുക? സീരിയല് കാണുന്ന അഭിമുഖത്തിലാ ചിലർ പറയുന്നത്. ആ സീരിയല് കാണുന്നുണ്ട്, അതുപോലെ അല്ലാഹനെ കാണലും അതുപോലെ ആവും. അതൊരു വല്ലാത്ത സംഭവം മോനെ. സഹീഹുൽ ബുഖാരി നോക്ക്, സഹീഹ് മുസ്ലിം നോക്ക്. അല്ലാഹനെ കാണൽ എങ്ങനെയാ? സത്യവിശ്വാസികളൊക്കെ സ്വർഗത്തിൽ കിടക്കും. ഞാൻ നിർത്തുകയാണ്. ഇരട്ട സംഭവം പറഞ്ഞു. സത്യവിശ്വാസികളൊക്കെ സ്വർഗത്തിൽ കിടക്കും. മുഅ്മിനീങ്ങൾ റസൂലുള്ളാഹിന്റെ ശഫാഅത്തോടുകൂടെ സത്യവിശ്വാസികളൊക്കെ സ്വർഗത്തിൽ കിടക്കും എന്ന് വെച്ചിട്ട് എല്ലാ കുരുത്തക്കടും ചെയ്യണ്ടാട്ടോ. എന്തായാലും കിടക്കുന്നല്ലേ പറഞ്ഞു, എന്നാ പിന്നെ കുറച്ച് ആവാ, എന്തായാലും അവസാനമായിട്ട് എത്തുമല്ലോ, അങ്ങനെ വിചാരിക്കണ്ട. ഒരു നിമിഷത്തെ അദാബ് സഹിക്കാൻ നമ്മളെ കൊണ്ടാവില്ല മോനെ. ഒരു നിമിഷത്തെ അദാബ് സഹിക്കാൻ നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവസാനം റസൂലുള്ളാഹിന്റെ ശഫാഅത്തിന് മുശ്രിക്കീങ്ങളല്ലാത്ത എല്ലാ മുഅ്മിനീങ്ങളും സ്വർഗത്തിലെത്തും. സ്വർഗത്തിലെത്തുമ്പോ അവിടെ ഇങ്ങനെ സുഖിച്ച് രമിച്ച് കളിച്ച് ഭുജിച്ച് ഇങ്ങനെ നടക്കാൻ. അതുകൊണ്ടല്ലേ ഇവിടെ കള്ളുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഗവൺമെന്റ് മദ്യനിരോധനം ഏർപ്പെടുത്തിട്ട് ഏർപ്പാടാതിരിക്കാതിരിക്കട്ടെ. ഇവിടെ കള്ളുടിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ സാധനം ഇരിക്കുന്നുണ്ട്. ഇവിടെ കഞ്ചാവ് വലിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ചെന്നാൽ കിട്ടത്തില്ല. ഇവിടുന്ന് കള്ളുടിച്ചോൻ അവിടെ കള്ളില്ല. നമ്മളൊക്കെ അവിടെ ചെന്നാൽ നല്ല വലിയ വലിയ സാധനം അടിക്കാൻ പോണ പോലെ ഒരു ബോട്ടലിന് 10 കോടി വില വരുന്ന സാധനം അവിടെ തീർത്തിരിക്കുന്നത്. അല്ലാഹു അവിടെ ചെന്നാൽ ഇഷ്ടം പോലെ കുടിക്കാട്ടോ. ബീഫ് കണക്കിന് പെഗും എഗ്ഗും സ്മോളും ഒന്നും ലാർജ് ഒന്നും കണക്കൂട്ടണ്ട. കുടിയാന്മാരുടെ ചില അളവാ എഗ്ഗ്, പിഗ്, സ്മോള്, ലാർജ് ഒക്കെ കേട്ടോ. അതൊന്നും അവിടെ അല്ലേ. ബീഫ് കൊച്ചി കണക്ക് കുടിക്കാം. എത്ര കുടിച്ചാലും കോമൺ സെൻസ് പോകില്ല, ബുദ്ധി പോകില്ല. വല്ലാത്ത രസാ സ്വർഗത്തിലെ കല്ല്. ആ കല്ല് കുടിക്കാൻ, ആ മദ്യം നുകരാൻ, അവിടുത്തെ പെണ്ണിനെ പിടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചൊരു പ്രസംഗം, ചില മൂജാഗൻ അതിന്റെ കാസറ്റ് ഇട്ടുകൊണ്ടിറക്കാം. ഇടോളൂ, നിങ്ങൾ ഇടൂ. അങ്ങനെയെങ്കിലും ഔലിയാക്കളുടെ കറാമത്ത് നിങ്ങൾ കേൾക്കൂ. ഇപ്പൊ ഇട്ടോരൊക്കെ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കാം. ഇപ്പൊ ഓതുനേല് തടസ്സമല്ല, കണ്ണേറിന് മന്ത്രിക്കാം, മന്ത്രം ഹലാലാണ്, വെള്ളം കുടിക്കൽ ഹലാലാണ്, വെള്ളത്തിൽ ഊതൽ ഹലാലാണ്, സലഫി ഖുലഫി ഖിലഫി ഒക്കെ വാക്ക് മാറി പറഞ്ഞുകൊണ്ടേയിരിക്കാം. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അതൊക്കെ. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോണില്ല. അല്ലാഹുവിനെ കാണണം. ഞാൻ നേരത്തെ എത്രയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ താനൂരിന്റെ അപ്പുറത്ത് അടുത്ത് മറപ്പെട്ട് കിടക്കുന്ന പെണ്ണ് കെട്ടാൻ പൂതികുപ്പാപ്പ എന്ന് പറഞ്ഞൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നത് പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേടുന്ന. ഇതിവിടെ ലൈവായിട്ടുണ്ട്. ഈ കാസറ്റ് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് ചിലവര് ചെയ്ത എന്താണെന്നറിയോ? പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട് മുള്ളൂർക്കര സക്കാഫി, അത്ര മാത്രമേ ഇരിയുള്ളൂ. കുറെ ആൾക്കാർ എനിക്ക് വിളിച്ചു വെച്ചു, അല്ല ഉസ്താദെ നിങ്ങൾക്ക് ഇഞ്ഞും കെട്ടണോ? 10-59 ആയിട്ട് കാശില്ലാത്ത കേടുന്നല്ലോ പറഞ്ഞില്ലേ. ഗവൺമെന്റിന് ശമ്പളം കിട്ടുമ്പോ പിന്നെന്താ മാറുകൊടുത്ത ഒന്നുകൂടി വേണമെങ്കിൽ ആയിക്കൂടെ. ഇതിന് ബാക്കിയും കൂടി വായിക്കാതെ ചുക്കുമുളക് പച്ചഞ്ചിക്ക വായിച്ചതാ കുഴപ്പം. ഒരാള് പണ്ട് ഒരു വൈദ്യൻ മരുന്നെഴുതി കൊടുത്ത കഥകൾ കേട്ടിട്ടില്ലേ? അയാള് കോമടാൻ മറന്നുപോയി. ചുക്ക്, മുളക്, ഇഞ്ചി, തിപ്പല് എന്ന് എഴുതി കൊടുത്തതാ. കോമടാൻ മറന്നുപോയത് കൊണ്ട് മൂപ്പര് മൊത്തം എഴുതിയ പൊരുത്തം വായിച്ചു. മരുന്ന് പീടി ചെന്നപ്പോ ചുക്കുമു അത് വിടല്ല, ലഗപ്പ അത് വിടല്ല, ഇഞ്ചഞ്ചിക്ക ആ സാധനം വിടല്ല. ഈ ലിസ്റ്റാണ് കൊണ്ടേക്കും. ചുക്ക്, മുളക്, ഇഞ്ചി, തിപ്പലി ഇതായി സാധനം. എന്നപോലെ തലയും പാലും ഇല്ലാതെ അടുത്ത് പറഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ കേൾക്കണം.
ഞാൻ ഔലിയാക്കളുടെ മുഹിബ്ബാൻ. ഏത് പോസ്റ്റിലിരുന്നാലും ഔലിയാക്കളുടെ മുഹിബ്ബാൻ, ഔലിയാക്കളെ പ്രിയം വെക്കുന്നവനാണ്. അത് കഴിഞ്ഞിട്ട് എന്തുമുള്ളൂ പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബഹുമാനപ്പെട്ട വലിയുള്ളാഹി മഹാനായിരിക്കുന്ന കുണ്ടൂർ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ഞാൻ 25 കൊല്ലം മുമ്പ് വന്നിട്ട് ഒരു ഒക്കെ സുബൈ നിസ്കരിച്ചാൽ ചാവടിക്കാൻ പോയാലാണ് ഉസ്താദിന്റെ അടുത്ത് എന്തെങ്കിലും കാര്യമായി കിട്ടുക. ഒരു ചാവടിക്കാൻ കൊണ്ടുവന്നുണ്ട്, ഇന്നോടത്തൊന്നുമില്ല, ഓരോരുത്തന്നെ കൊണ്ടുപോയത് ഈ താന്നൂർ ഇവിടെ ഒരു പാത്തുമാത്താടെ കടയിൽക്കാം ഉഗ്രം കുട്ടും കുറ്റി നല്ല പുട്ട കിട്ടിയത്. വേറെ ദിവസം കൊണ്ടുപോയത് ഹൈലക്സ് ഹോട്ടലിലേക്ക്. എന്നോട് പറഞ്ഞു അവിടെ വരുമ്പോൾ മുള്ളൂർക്കര ഇവിടുന്ന് ഒരു ചായ കുടിച്ച് ചോദിക്കുന്നത് 25 കൊല്ലമായിട്ട് ആ ഹോട്ടലിൽ ഞാൻ എപ്പോഴും ചായ കുടിക്കുന്നുണ്ട്, അയാൾ കാശൊന്നും മേടിക്കാറില്ല എന്ന് മാത്രം. ഉസ്താദ് കൊണ്ടുപോയി ചായ കുടിപ്പിച്ചത് അവിടെ എന്നും 25 കൊല്ലമായിട്ട് ഞാൻ അവിടെ ചായ കുടിക്കുക. അവർക്കൊരു കുഴപ്പവും അത് വന്നിട്ടില്ല. അപ്പോ അല്ലാഹുവിന്റെ ഔലിയാക്കൾ വലിയ മഹാന്മാരാണ്, അവരെ പ്രിയം വെക്കേണ്ടവരാണ് നമ്മൾ. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായിരിക്കുന്ന വലിയുള്ളാഹി പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ ഉപ്പാപ്പ, പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. അദ്ദേഹം എന്ത് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ആളുകൾക്ക് അവസാനം മനസ്സിലായത് ഏതാ പെണ്ണ് ഏതാ കാശ്. അവസാനം മനസ്സിലായത് സ്വർഗത്തിലെ പെണ്ണ് വേണം. സ്വർഗത്തിലെ പെണ്ണിന് എന്തിനാ കാശ്? ഇബാദത്താകുന്ന കാശ് വേണം സ്വർഗത്തിലെ പെണ്ണ് കെട്ടാൻ. അപ്പോഴാണ് താലൂക്കാർക്കും തിരൂക്കാർക്കും തിരിച്ചറിവുണ്ടായത്. ഈ മനുഷ്യനെ കൊണ്ട് പെണ്ണടിക്കാൻ പറ്റില്ല. അദ്ദേഹം മരിക്കുന്നത് വരെ പാടി, പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്, കാന്നകുന്നൽ യാഖൂത്ത് വൽ മർജാൻ ലം യത്മിസുകുന്ന ഇൻസു ഖബലകും വലാ ജാൻ. സ്വർഗത്തിലെ സുന്ദരിമാരായ പെണ്ണുങ്ങളുണ്ട്, അവർക്കുള്ള മുൻപല്ലിങ്കലങ്ങൾ കണ്ട് ജിബ്രീൽ പോലും അമ്പരം നീട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പോലും ഞെട്ടിത്തെറിച്ചു പോയ സുന്ദരിമാരവിടുണ്ട്. അവര് നമ്മുടെ ഭാര്യമാരായി വരൂ. ദുനിയാവിലെ ഭാര്യമാരും നമ്മുടെ കൂടെ ഉണ്ടാകൂ. അവർക്ക് അല്ലാഹു ഹൂറുല്ലിങ്ങളുടെ ഇരട്ടി സൗന്ദര്യം കൊടുക്കൂ. അവിടെ ഹൂറുല്ലിങ്ങൾ വേറെ, ഭാര്യമാര് വേറെയുണ്ട്. അവിടെ ഇഷ്ടം പോലെ പെണ്ണ് പിടിക്കാം. എത്ര പെണ്ണുമായി എത്ര സമയം നിങ്ങൾ ബന്ധപ്പെട്ടാലോ അവളുടെ ജനനേന്ദ്രിയത്തിന് ഒരു കേടുപാടും സംഭവിക്കില്ല എന്ന് മാത്രമല്ല, അവളുടെ ബിക്രിയത്ത് കന്യകാത്വം നഷ്ടപ്പെടില്ല. നിത്യകന്യകകളായ എന്നും നിങ്ങൾക്ക് സുഖം പകരാൻ പറ്റുന്ന, യൗവനത്തുടിപ്പുള്ള, വാർദ്ധക്യം ബാധിക്കാത്ത, മുടി നരക്കാത്ത, വയസ്സാകാത്ത, മരിക്കാത്ത, കാലമില്ലാത്ത, കൊല്ലമില്ലാത്ത, പോലീസ് സ്റ്റേഷനില്ലാത്ത, കക്കൂസില്ലാത്ത ഒരു ലോകമുണ്ട്, സ്വർഗം. ആ സ്വർഗത്തിൽ സത്യവിശ്വാസികളായ നമ്മളൊക്കെ എത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തോടെ. ആ സ്വർഗത്തിലെത്തുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ. അല്ലാഹു തമ്പുരാൻ ഒരുവനാണെന്ന് സമ്മതിച്ചിട്ട് ആ ദീനിൽ അടിയുറച്ചു നിന്ന മനുഷ്യന്മാര് മരണപ്പെടുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരുടെ തലഭാഗത്ത് വന്നു നിന്നിട്ട് പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കേണ്ട, വിഷമിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു തആല വാഗ്ദാനം നൽകിയ സ്വർഗ്ഗമിതാ ഇപ്പൊ കിട്ടിയിരിക്കുന്നു എന്ന് പറയും. സ്വർഗത്തിൽ അങ്ങനെ എത്തുമ്പോ, മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് എത്തിയപ്പോ അല്ലാഹു ചോദിക്കുകയാണ്, അന്ന് ഞാൻ ഖുർആനിൽ പറഞ്ഞില്ലേ ഇങ്ങനെ സ്വർഗണ്ടേത്, അതിപ്പോ നിങ്ങൾക്ക് കിട്ടിയോ? സ്വർഗത്തിലുള്ള ജനങ്ങൾ പറയാണ്, അല്ലാ ഞങ്ങൾക്കിനി സുഖം വേണ്ട, സുഖിച്ച് 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 അങ്ങടെ എത്തി ഞങ്ങൾക്കിനി സന്തോഷം വേണ്ട, വല്ലാത്ത 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 സന്തോഷാണ്, ദുഃഖം ഇല്ല സ്വർഗത്തിലോ. അപ്പൊ അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സുഖം വേണ്ടേ? അവിടെയുള്ള മുസ്ലിമീങ്ങൾ പറയുന്നു, വേണ്ട, ഇനി ഇതിലും വലിയൊരു സുഖമുണ്ടോ പടച്ചോനെ? ആ സമയത്ത് അല്ലാഹു പറയാണ്, എന്നാൽ ഇതിലും വലിയൊരു സുഖമുണ്ട്. ഈ സ്വർഗമല്ല സ്വർഗം, ഈ സുഖമല്ല സുഖം, ഇതിലും വലിയൊരു സംഭവം നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അപ്പൊ സത്യവിശ്വാസികൾ ചോദിക്കുകയാണ്, പടച്ചവനെ അതെന്താ? ആ സമയത്ത് അല്ലാഹു പറയാണ്, അല്ലാഹുവാകുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അല്ലാഹയാകുന്ന ഞാൻ സ്വർഗത്തിലേക്ക് ദാ നേരിട്ട് വരാൻ പോകുകയാണ് നിങ്ങളെ കാണാൻ.
അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹ് കാണുന്നത് എവിടുന്നാണ്? സിദ്റത്തുൽ മുൻതഹാക്ക് അപ്പുറത്ത് കടന്നിട്ട്, പ്രപഞ്ചം വിട്ട് കടന്നിട്ട് അല്ലാഹനെ കാണുന്നത് ഭൂമിയിൽ വെച്ചിട്ടല്ല, പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് പോയിട്ട് അല്ലാഹനെ കണ്ടത്. റസൂലുള്ളാഹിന്റെ ശരീരം നമ്മുടെ ശരീരം പോലെയല്ല, റസൂലുള്ളാഹിന്റെ കണ്ണ് നമ്മുടെ കണ്ണ് പോലെയല്ല, റസൂലുള്ളാഹിന്റെ പല്ല് നമ്മുടെ പല്ല് പോലെയല്ല, റസൂലുള്ളാഹിന്റെ അവയവം നമ്മുടെ അവയവം പോലെയല്ല, റസൂലുള്ളാഹിന്റെ വിയർപ്പ് മണമുള്ളതല്ല, റസൂലുള്ളാഹിന്റെ വിയർപ്പ് ഔഷധമുള്ളതാണ്. ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ മക്കൾക്ക് വെള്ളപ്പാത്രത്തിൽ കലക്കി കുടിക്കാൻ കൊടുത്തതായി ഹദീസിന്റെ കിതാബിൽ കാണാറുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പ് ഉമ്മു സുലൈമ എടുത്ത് കുപ്പിയിലാക്കിയിട്ട് തന്റെ മക്കൾക്ക് സെന്റാക്കിക്കൊണ്ട് പൂശിക്കൊടുത്തത് ഹദീസിന്റെ കിതാബിൽ കാണാറില്ലേ? ആ റസൂലുള്ളാഹിന്റെ ശരീരം നശിച്ചു പോകുന്നതല്ല. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു അമ്പിയാക്കളുടെ ശരീരത്തിന് കേടുപാട് കൂടാതെ സംരക്ഷിക്കൂ. അതിന്റെ തെളിവിലേക്കൊന്നും ഞാൻ പോകുകയല്ല. ഞാൻ എന്റെ പർട്ടിക്കുലർ വിഷയം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അങ്ങനെ അല്ലാഹുവിനെ കാണുന്നത് റസൂലുള്ളാഹ് പ്രപഞ്ചത്തിന്റെ അപ്പുറത്താണ്. റസൂലുള്ളാഹിന്റെ ശരീരം പ്രത്യേക ശരീരമായതുകൊണ്ട് അല്ലാഹനെ മുഴുവനും മറയില്ലാതെ നേർക്ക് നേരെ കണ്ടു. എന്നാൽ സ്വർഗത്തിൽ വന്നിട്ട് അല്ലാഹ് പറയാണ്, ഞാനിതാ ഇറങ്ങി വരുന്നു. അല്ലാഹ് വരാൻ പോവുക നമ്മുടെ മുമ്പിലേക്ക്. സ്വർഗത്തിലെ ജനങ്ങൾ പറഞ്ഞു, പടച്ചോനെ ഞങ്ങൾ എത്ര കാലായി നിന്നെ കാണാൻ നടക്കുന്നു, നീ വരികയാണോ? വരാൻ പോകുന്നു. ഉടനെ അവിടെ സംഭവിക്കുന്ന സംഭവം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം. സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെടുകയാണ്. എന്തെന്നില്ലാത്തൊരു സുഗന്ധം സ്വർഗത്തിലേക്ക് വരികയാണ്. എല്ലാവരും ഉന്മാദത്തിന്റെ ലഹരിയിലേക്ക് കടക്കുകയാണ്. ഒരു പ്രത്യേക സുഖം അവർക്ക് അനുഭവപ്പെടുകയാണ്. ആ സമയത്ത് തമ്പുരാനായ അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വർഗത്തിൽ അവതരിക്കുകയാണ്. ഉരുളിങ്ങളുടെ കൈ പിടിച്ച് നിൽക്കുന്ന ഭാര്യ, പ്രിയപ്പെട്ട ഭർത്താവ്, ഭർത്താവിന്റെ കൈ പിടിച്ച് നിൽക്കുന്ന ഭാര്യ, അതേ എല്ലാവരും ഇങ്ങനെ സുഖിച്ചു നിൽക്കുന്ന സ്വർഗവാസികള് അല്ലാഹനെ കണ്ടപ്പോൾ എന്താ അവിടെ ഉണ്ടാകുന്നത്? ഐ ലവ് യു അല്ലാ, ഐ ലൈക്ക് യു അല്ലാ, അല്ലാ 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 എന്ന വിളി. ഉടനെ തന്നെ ഭാര്യ പറയുന്നു, എനിക്കിനി ഭർത്താവ് വേണ്ട. ഭർത്താവ് പറയുന്നു, ഭാര്യ വേണ്ട. മക്കൾ പറയുന്നു, ബാപ്പ വേണ്ട. ബാപ്പ പറയുന്നു, മക്കളും വേണ്ട. എനിക്കല്ല മതിയല്ലോ. അല്ലാഹുടെ സൗന്ദര്യം കണ്ടപ്പോ പിരാന്ത് പിടിച്ചുപോയി. അതാണ് ചില ദുനിയാവിലെ ചില ഔലിയാക്കൾക്ക് പിരാന്താന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ സൗന്ദര്യത്തെ പറ്റി ചിന്തിച്ചിട്ട് ഭ്രാന്തിന്റെ ദറജയുള്ളത് വലിയ മജ്ദൂബിന്റെ ഹാലിലെത്തിപ്പോയവരാണ്. അക്കൂട്ടത്തിൽ അല്ലാഹുവിനെ കണ്ട, അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിച്ച ആശിക്കായിരുന്നു ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കൊണ്ടൂരു ഉസ്താദ് നവറല്ലാഹു മർഖദഹു വനഫഅനാ ബിബറകാതിഹി വബിഉലൂമിഹി ഫിദ്ദാറൈൻ. അവിടെ വെച്ച് അല്ലാഹുവിനെ കാണാനുള്ള കണ്ണ്, അവിടെ വെച്ച് അല്ലാഹുവിനെ കാണാനുള്ള ശരീരം അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഈ ഉള്ളവൻ ഒരിക്കൽ വന്നു പറഞ്ഞു, ശൈഖുന 25 കൊല്ലം മുമ്പ് വന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെല്ലാൻ തരണം, എന്തെങ്കിലും ഒന്ന്. നമ്മൾ ഉസ്താദുമാരെ കാണുമ്പോൾ, ശൈഖന്മാരെ കാണുമ്പോൾ അങ്ങനല്ലേ? ഒരു വലിയ മഹാനും മുറബിയായ ശൈഖായിരുന്നു ഉസ്താദ്. തബറുക്കുന്ന ശൈഖല്ല, മുറബിയ. കാരണം തന്റെ ശിഷ്യൻ ഒരു അപകടത്തിൽപ്പെട്ടത് ഇവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞ സംഭവം ഉണ്ട്. അത് മുറബിക്കേ പറ്റുള്ളൂ. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യൻ 40 സ്ത്രീകളോടുകൂടെ വ്യഭിചരിക്കുമെന്ന് ലൗഹുൽ മഹ്ഫൂദ് നോക്കി കണ്ടപ്പോ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അത് മാറ്റാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു. ലാ തുറദ്ദുൽ ഖലാ ഇല്ലാ ബിദ്ദുആ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഏത് ഖലാവും നാളെ മരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖലായിലുള്ള ഒരുത്തന്റെ മരണം മറ്റന്നാളെ കേൾക്കാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ലാ തുറദ്ദുൽ ഖലാ ഇല്ലാ ബിദ്ദുആ. ദുആ കൊണ്ടല്ലാതെ അല്ലാഹുവിന്റെ ഖലാ മാറ്റിമറിക്കാൻ പവറില്ലെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ മരിക്കാൻ തീരുമാനിച്ചവന് ആയുസ്സത്ത് കൊടുക്കുന്നത് ദുആയാണ് കേട്ടോ. മാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് ഒരു വലിയ മുറബിയായ ശൈഖായിരുന്നു, വലിയായിരുന്നു, കാമിലായ വലിയായിരുന്നു. മരിക്കുന്നത് വരെ ശരീഅത്തിന് പുറത്തു കിടക്കാതെ ജീവിച്ച ഇത്തിബായിന് പറ്റുന്ന വലിയ. കണ്ട അണ്ടന്റെ അടകോടന്റെ പിന്നാലെ എന്തിനായി പോണ്? നീയാന്ന് എന്താ എന്ത് തെരീക്കത്ത? കുന്നത്തേരി തെരീക്കത്ത്, വളക്കേരി തെരീക്കത്ത്, മണ്ണാങ്കട്ട തെരീക്കത്ത്. ഇവിടെ ഒറിജിനൽ ഉള്ളപ്പോ എന്തിനാണോ ഈ ഡ്യൂപ്ലിക്കേറ്റിന്റെ പിന്നാലെ പോണത്? ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദിന്റെ അടുത്ത് ഏത് പ്രയാസങ്ങളിൽ വരുമ്പോഴും വലിയുള്ള പറയും, നമുക്ക് മമ്പുറത്തേക്കൊന്ന് വിളിക്കുക. ആരാ മമ്പുറം?
ഖുത്ബുസ്സമാനി സിറാജുൽ അർളി സയ്യിദുനാ. സമാന്റെ ഖുത്ബ മമ്പറത്ത് കിടക്കുന്നത് ഖുത്ബുസ്സമാൻ. ആരാ ഖുത്ബ്? എന്താ വലിയ? അതൊക്കെ നമ്മളിപ്പോ ഈ ഖുത്ബുസ്സമാൻ എന്ന് കേൾക്കുമ്പോ കേട്ടതാ. ഖുത്ബുസ്സമാൻ എവിടെ പോണേ? ഖുത്ബുസ്സമാൻ എന്താ MLA കാണാൻ പോവല്ല മോനെ, മുഖ്യമന്ത്രിനെ പ്രൈം മിനിസ്റ്ററെ അല്ല. ഖുത്ബുസ്സമാൻ ഒരു കാലഘട്ടത്തിലെ ഔലിയാക്കളുടെ മുഴുവൻ ഖുത്ബ്. ഖുത്ബ്, വാട്ട് ഈസ് ദ മീനിങ്? ഖുത്ബ്, ഖുത്ബ് കേന്ദ്രബിന്ദു, ദി ലാസ്റ്റ് പോയിന്റ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഔലിയാക്കളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. ഈ ഉദയാസ്തമയത്തിന്റെ ഇടയിലുള്ള എല്ലാ ഔലിയാക്കളും മമ്പുറത്ത് കിടന്ന് കറങ്ങിയിരുന്ന ഒരു കാലം. അവിടുന്ന് ആ ഡയറക്ഷൻ കൊടുത്തത് മഗ്‌രിബിന്റെ മഗ്‌രിബിന്റെ ഇടയിലുള്ള ഔലിയാക്കൾക്ക്. അതാ ഖുത്ബുസ്സമാൻ. അതൊക്കെ പറയണമെങ്കിൽ ഞാൻ വിലായത്തിന്റെ ലോകത്ത് വട്ടപൂജ്യ. എനിക്ക് തരീഖത്ത് അറിയില്ല, ശരീഅത്തിനെ ഫോളോ ചെയ്യാൻ അറിയാത്ത ജാഹില. അതുകൊണ്ട് ഞാനിത് കേട്ടതും അഴിഞ്ഞവും പറയാൻ ഞാൻ വലിയായിട്ട് പറയല്ല. ഒരു വലിയനെ മനസ്സിലാക്കണമെങ്കിൽ ഒരു വലിയനെ പറ്റുള്ളൂ. ഞാൻ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്തേലും ചെല്ലാൻ തരണം. എന്നോട് പറഞ്ഞ് രണ്ട് കാര്യമാണ്. ഒന്ന്, നിങ്ങളിപ്പോ ഈ ചെല്ലുന്നങ്ങനെ ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞ സലാത്തു താജി ചെല്ലുന്നുണ്ട്, എനിക്ക് ഖാദിരിയ തരീഖത്തുണ്ട്, റിഫായിയ തരീഖത്തുണ്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു അതങ്ങനെ ഞങ്ങൾ തുറന്നോട്ടെ. മോനോട് എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട്, അത് പാലിക്കണം. ഒന്ന്, നിന്റെ ഉമ്മാനി ഉപ്പാനി നീ നല്ലോണം നോക്കി മരിപ്പിക്കണം. അള്ളാഹു അതെനിക്ക് സാധിച്ചു. എന്റെ ഉമ്മാനി ഉപ്പ എന്റെ അടുത്ത് കിടന്നിട്ട് എന്നെ മരിക്കുകയും അവരെ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും ഖബറടക്കാനും ഇമാമെന്ന് നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ എനിക്ക് പറ്റി. എന്റെ ഉപ്പ മരിക്കുമ്പോ ഞാൻ എരിമാട് ഉറൂസിൽ പങ്കെടുക്കുകയാണ്. അപ്പോഴാണ് ഫോൺ വരുന്നത്, വാപ്പ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ഓടി വന്ന് എന്റെ ഉപ്പയുടെ കർമ്മം നടത്താൻ എനിക്ക് സാധിച്ചു. ഉസ്താദിന്റെ കറാമത്ത. രണ്ടാമത് എന്നോട് പറഞ്ഞത്, മോനെ വയലിൽ കഴിഞ്ഞു പോകുമ്പോ ഒരു കാരണവശാലും കാറിലിരുന്ന് ഉറങ്ങരുത്. എന്നോട് പറഞ്ഞടാ. രണ്ട് വലിയ വസിയത്തെ പറഞ്ഞിട്ടുള്ളൂ. വയലിൽ കഴിഞ്ഞു പോകുമ്പോ കാറിലിരുന്ന് ഉറങ്ങരുത്. ഞാൻ 37 കൊല്ലമായി മതപ്രഭാഷണ രംഗം തുടങ്ങി വെച്ചിട്ട്. 37 കൊല്ലമായി. ഇതുവരെ എനിക്ക് കാറിലിരിക്കുമ്പോൾ ഉറക്കം വന്നിരുന്നില്ല. അഥവാ വരുമ്പോ ഉടനെ ഉസ്താദിന്റെ വാക്ക് ഓർമ്മ വരും, ചെവിടിന്റെ അകത്ത്. വയലിൽ കഴിഞ്ഞു പോകുമ്പോ കാറിലിരുന്ന് ഉറങ്ങരുത്, ഉടനെ നീച്ചിരിക്കും. അങ്ങനെ ഉറക്കം വരികയാണെങ്കിൽ പിന്നെ യാത്ര ചെയ്യാറില്ല. ഈ രണ്ട് വസിയത്തെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ആ മഹാന്റെ ചാരത്ത് വഫാത്തിന്റെ ശേഷവും മൂന്നാമത്തെ വട്ടം പറയാൻ പാചയിൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടുന്ന് കാണിച്ചു തന്ന യഥാർത്ഥമായിരിക്കുന്ന മാതൃകയുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. ആലിമീങ്ങൾ പ്രിയം വെക്കുക, തങ്ങന്മാരെ പ്രിയം വെക്കുക. ഉസ്താദിന് ഔലിയാക്കളോടുള്ള പ്രേമെന്താ, ആലിമീങ്ങളോടുള്ള പ്രേമെന്താ? ബഹുമാനപ്പെട്ട AP ഉസ്താദിനോട് വിളിച്ചു വരുത്തിയത് എന്താ? ആലിമീങ്ങളോട് സ്നേഹം കാണിക്കുക. ഏത് ഉസ്താദ് വന്നാലും ഞാനിവിടെ വന്നപ്പോ ചോദിച്ചു, ലത്തീഫാജിയോടും ബാബാജിയോടും ചോദിച്ചു, ഇവിടെ നിന്ന് സുലൈമാ ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, ഇത് എന്നു മുതലാ സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു. ഞാൻ അറിഞ്ഞിരുന്നില്ല. അത് ഇവിടുന്ന് പറഞ്ഞു, ഉപ്പാടെ ഹയാത്ത് കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയെ കൊണ്ടുവന്ന് ഇവിടെ ദർസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ആലിമീങ്ങളോടുള്ള മഹബ്ബത്ത്. അതാണ് ഈ കാണുന്ന ജനസാഗരം. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഹദറത്തില് നൂറുകണക്കിന് മുതഅല്ലിമീങ്ങളോ നൂറുകണക്കിന് ആലിമീങ്ങളോ അസ്സലാത്തു വസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറി വരികയാണ്. ഇതിലും വലിയ കറാമത്ത് എന്ത് കിട്ടാനാ? ഇതിലും വലിയ കറാമത്ത് എന്ത് കിട്ടാനാ? അല്ലാഹുവേ, ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് മജ്ലിസിനെ ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അവിടുത്തെ റൂഹ് ഞങ്ങളിലേക്ക് ഹാജരാക്കണേ അല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹിന്റെ ബർക്കത്ത് ഞങ്ങൾ നൽകണേ അല്ലാഹ്. അവിടുത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ലോക മുസ്ലിമീങ്ങൾ പ്രതിസന്ധിയുടെ നടുക്ക് നിൽക്കുകയാണ് അല്ലാഹുവേ. തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയിൽ കലാപമാണ്. സുബ്ഹാനല്ലാഹ്. പശുവിന്റെ പേരിൽ, ഇറച്ചിയുടെ പേരിൽ രാജ്യം വിട്ടുപോകാൻ മുസ്ലിമീങ്ങളോട് ആജ്ഞാപിച്ചുകൊണ്ടിരിക്കുന്ന ഛിദ്രശക്തികൾ ഞങ്ങളെ വലയം ചെയ്തിരിക്കുകയാണ് അല്ലാഹ്. യമനിൽ കലാപം, ഇറാഖിൽ കലാപം, പാകിസ്ഥാനിൽ കലാപം, പെഷവാറിൽ കലാപം, അഫ്ഗാനിസ്ഥാനിൽ കലാപം, അതുപോലെ തന്നെ മറ്റ് ഇറാനിൽ കലാപം, ഇറാഖിൽ കലാപം. ഓരോ സെക്കൻഡിലും പാവപ്പെട്ട മുസ്ലിമീങ്ങൾ കൊല ചെയ്യപ്പെടുകയാണ്. അർഹമർ റഹീമായ അൽ മാലിക് അൽ മുലൂക്കായ
സയ്യിദായ അല്ലാഹ്, ഈ മഹാന്റെ ഹളറത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ദുആ ചെയ്യുകയാണ്. നീ സ്വീകരിച്ച് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ പങ്കെടുത്തു പോയ എല്ലാ ആളുകൾക്കും അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ഈ ദുനിയാവിൽ വെച്ച് മനസ്സിലൊന്ന് കാണാനും മരണത്തിന്റെ മുമ്പ് അവിടുത്തെ റൗളാ ശരീഫ് മറാത്ത് സിയാറത്ത് ചെയ്യാനും മഖബൂലായ ഹജ്ജുകൾ അധികരിപ്പിക്കാനും തൗഫീഖ് നൽകിയതിന്റെ ശേഷം മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചിട്ട് സ്വർഗത്തിൽ കടന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തർക്കല്യാണത്തിൽ പങ്കെടുത്തിട്ട് അല്ലാഹുവേ നിന്റെ ലിഖായിനെ കണ്ട് സന്തോഷിക്കാൻ പാവപ്പെട്ട ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. പഠിച്ചവനെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ പാവപ്പെട്ട സമുദായം വേദന അനുഭവിക്കപ്പെടുകയാണ്. ഐമൻ കുർദി എന്ന് പറയപ്പെടുന്ന 2.5 വയസ്സുള്ള പാവപ്പെട്ട കുട്ടി കടൽ വെള്ളം കുടിച്ചുകൊണ്ട് മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് ലോക മനസാക്ഷി വിങ്ങിപ്പൊട്ടിയിരിക്കുകയാണ്. അഭയാർത്ഥികളായി ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങൾ നാടുവിട്ടോടുകയാണ്. അവർക്കൊക്കെ നീ സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്, അഭയം നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളുടെ മജ്‌ലിസിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, മുറാദുകൾ ഹാസിലാവാനുണ്ട്, കള്ളക്കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, മുസീബത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട്, രോഗം കൊണ്ട് വിഷമിക്കപ്പെട്ടവരുണ്ട്. വലിയുള്ളാന്റെ ബർക്കത്ത് കൊണ്ട്, പാപ്പാടെ ബർക്കത്ത് കൊണ്ട്, ഖുത്ബുസ്സമാന്റെ ബർക്കത്ത് കൊണ്ട്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തുകളുടെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ ചൊല്ലിയതും ചൊല്ലാൻ പോകുന്നതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതുമായ ബുറുദ്ദാഹിന്റെ ബർക്കത്ത് കൊണ്ട് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഖത്തറിൽ നിന്ന് വിളിച്ചു പറഞ്ഞു സുഖപ്രസവത്തിന് വേണ്ടി, അബൂദാബി എന്ന് വിളിച്ചു പറഞ്ഞു ജോലിയില്ലാത്തതിന് വേണ്ടി, അതുപോലെ തന്നെ ദമാമിൽ എന്ന് വിളിച്ചു പറഞ്ഞു തന്റെ പെങ്ങളുടെ അസുഖം മാറാൻ വേണ്ടി. അല്ലാഹുവേ, അവരുടെ അസുഖങ്ങൾക്കൊക്കെ ശിഫ കൊടുക്കണേ അല്ലാഹ്, അവരുടെ മുറാദുകളൊക്കെ വീട്ടണേ അല്ലാഹ്. ജീവിതകാലത്ത് 10 പൈസ പോലും പിരിവെടുക്കാതെ ഒരു വലിയ സ്ഥാപനം എങ്ങനെ നടത്താമെന്ന് കാണിച്ച, കറാമത്ത് കാണിച്ച മഹാനാണ് വലിയുള്ളാഹി കൊണ്ടൂർ ഉസ്താദിനെ ബറല്ലാഹു മർക്കദഹു വനഫഅനാ ബിബറകാതിഹി വബിഉലൂമിഹി ഫിദ്ദാറൈൻ. ഈ സ്ഥാപനവും ഈ മജ്‌ലിസും ഖിയാമത്ത് നാൾ വരെ ഈ മഹാന്റെ പരമ്പര തലമുറകളിലായി നീ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ക്യാൻസറുള്ള ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ശിഫയാക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ വന്നപ്പോൾ എന്നെ പരിചയപ്പെട്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു പോയി, എനിക്ക് ഷുഗറാണ് ഉസ്താദ്. ഈ മജ്‌ലിസിൽ വന്ന് ദുആ ചെയ്തതിന്റെ ശേഷം ഷുഗർ കാണാനില്ല. അല്ലാഹുവേ, നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ ഷുഗർ ഉള്ളവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, അറ്റേക്ക് കഴിഞ്ഞു പോയവരുണ്ട്. നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് സിഹ്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാഹിര്യങ്ങളുണ്ട്. അവരുടെ എല്ലാ സിഹ്റുകളും അവരിലേക്ക് തന്നെ നീ മടക്കണേ അല്ലാഹ്. എല്ലാ സിഹ്റുകളെയും നീ ബാത്തിലാക്കണേ അല്ലാഹ്. എല്ലാ കല്ലേറുകളെയും നീ ബാത്തിലാക്കണേ അല്ലാഹ്. എല്ലാ ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്ന്, എല്ലാ മുതകബ്ബിരീങ്ങളുടെ കബറിൽ നിന്ന്, എല്ലാ ളാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന്, എല്ലാ ഫാസിഖീങ്ങളുടെ ഫിസ്ഖിൽ നിന്ന് ഈ പാവപ്പെട്ട ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹിമായത്തിലായി ഹിഫ്ദിലായി ഈ മഹാനായ വലിയുള്ളാന്റെ ബർക്കത്ത് കൊണ്ട് കാത്ത് സലാമത്തിലാക്കണേ അല്ലാഹ്. അവസാനം ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ ശേഷം മരണം ഖൈറാകുന്ന സമയത്ത് ഹബീബ് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടതിന്റെ ശേഷം ഒരു വെള്ളിയാഴ്ച രാവോ അതല്ലെങ്കിൽ തിങ്കളാഴ്ച രാവോ 2 റക്അത്ത് നിസ്കാരത്തിന്റെ പിറകെ സുജൂദിൽ കിടന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉസ്താദിന്റെ മരിച്ചുപോയ ഷഹീദായ കുഞ്ഞു ഷഹീദ് ദറജ ഉയർത്തണേ അല്ലാഹ്, ദറജ ഉയർത്തണേ അല്ലാഹ്, ദറജ ഉയർത്തണേ അല്ലാഹ്. അവിടുത്തെ 2 ഇണപിരിയാത്ത മക്കളാണ് ബാവ അബ്ദുൽ ലത്തീഫ്. തൃശൂർ ജില്ലയിലെ പാലപ്പള്ളിയിൽ ഒരു പരിപാടിയിലെ നോട്ടീസ് എന്റെ അടുത്ത് കാണിച്ചു തന്നു. പേര് കൊടുത്തിരിക്കുന്നത് ബാവ ഹാജി ലത്തീഫ് ഹാജി, ഒറ്റ പേരാ. ഹാജി കരിബ ബാലബക്ക് എന്ന് വായിക്കണ പോലെ ഒറ്റ പേരായിക്ക് കൊടുത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു പേര് കൊടുക്കൽ ആദ്യ
അബ്ദുൽ ലത്തീഫ് ഹാജി എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാവാജി, അല്ലെങ്കിൽ ബാവാജി എന്ന് കൊടുത്തിട്ട് അബ്ദുൽ ലത്തീഫ് ഹാജി, അങ്ങനെ 1 by 1 കൊടുക്കല്. അബ്ദുൽ ലത്തീഫ് ഹാജി ബാവ ഹാജി ചോട്ടിലെഴുതി കുണ്ടൂർ ഉസ്താദിന്റെ മക്കൾ അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ ഉസ്താദിന്റെ കറാമത്ത് കൊണ്ടവരിലും മക്കളിലും ഞങ്ങളിലും നീ നിലനിർത്തണേ അല്ലാഹ്. ഈ മജ്ലിസ് ആയിരക്കണക്കിന് ആളുകൾക്ക് ദുആ ഇജാബത്ത് കിട്ടിയ മജ്ലിസാണ്. പടച്ചവന് ഉത്തരം നൽകിയ മജ്ലിസാണ്. പാവപ്പെട്ട ഞങ്ങളിൽ ഔലിയാക്കളുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ദോഷം ചെയ്തവരുണ്ട്, തമ്മാടിത്തരം ചെയ്തവരുണ്ട്, നുണ പറഞ്ഞവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, കള്ളുടിച്ചവരുണ്ട്, പലിശ വാങ്ങിയവരുണ്ട്, പല പല കുറ്റങ്ങൾ ചെയ്തവരുണ്ടല്ലോ. ഞങ്ങളുടെ മുഖം കൊള്ള നോക്കാതെ, ഹൃദയം കൊള്ള നോക്കാതെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഹബീബ് റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഉദയാസ്തമയത്തിന്റെ ഇടയിലുള്ള എല്ലാ ഔലിയാക്കൾ, അമ്പിയാക്കൾ, സാലിഹീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, മുത്തഖീങ്ങൾ, അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിലെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഇജാബത്ത് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉറൂസ് ഡിസംബർ 5 മുതൽ 6 മുതൽ 13 വരെ അതിന്റെ ഡേറ്റ് നിശ്ചയിച്ചു. അല്ലാഹുവേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അത് അവിടുത്തെ കറാമത്ത് കൊണ്ടും ഹബീബ് റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ടും ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ടും വളരെ മംഗളമായി വലിയ ദറജയിൽ നടന്നിട്ടുണ്ട്. അല്ലാഹുവേ, അത് ഉന്നതിയിൽ നിന്ന് ഞങ്ങളൊക്കെ വിജയത്തിന്റെ അപ്പുറത്ത് വളരെ നല്ല നിലക്ക് നടത്തി ലോക മുസ്ലിമീങ്ങൾക്ക് ഖൈറായി, മുസ്ലിം സമുദായത്തിന് മാതൃകയായി, അല്ലാഹുവേ ദുആക്ക് ഇജാബത്തായി, അതുവഴി സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമായി ഉറൂസ് നടത്തി വിജയിപ്പിക്കാനും അതിൽ പങ്കാളികളാവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിലേക്ക് ആട് കൊടുക്കുന്നവരുണ്ട്, പോത്ത് കൊടുക്കുന്നവരുണ്ട്, അരി കൊടുക്കുന്നവരുണ്ട്, അതിലേക്ക് പൈസ കൊടുക്കുന്നവരുണ്ട്. ഇത് കൊടുക്കാൻ പറ്റാത്ത സാധുക്കള് ഇവിടെ വന്ന് നെഞ്ചു പൊട്ടി കീറി പോരക്കുന്നവരുണ്ട്. അവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ പണ്ഡിതന്മാരൊക്കെ പെട്ടെന്ന് മരിക്കുകയാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ മരിച്ചുപോയി, സൈനുൽ ഉലമ മരിച്ചുപോയി, അതുപോലെ തന്നെ ഓക്കെ ഉസ്താദ് മരിച്ചുപോയി. മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ നിര പൊസോട്ട് തങ്ങളുപ്പാപ്പ അടുത്ത സമയത്ത് മരിച്ചുപോയി. ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളെന്ന് വിട പറഞ്ഞു പോയി. ഇനി വിരലിലെണ്ണാവുന്ന സത്യം പറയാൻ മടിയില്ലാത്ത സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറയാൻ അന്തസ്സും ക്രെഡിബിലിറ്റിയുമുള്ള വളരെ കുറച്ചാളാ. അതിലൊന്നാമന ശൈഖുന ശൈഖുസ്സമാൻ, കാലഘട്ടത്തിന്റെ ഇതിഹാസം ശൈഖുന കാന്തപുരം AP ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. തുർക്കി പ്രധാനമന്ത്രിയോട് പോയിട്ട് ഗാസയിൽ വെടിയേറ്റ് മരിക്കുന്ന ഫലസ്തീനിന്റെ മക്കളെ സംരക്ഷിക്കണമെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു മുസ്ലിയാര് ഇന്ത്യയുടെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആലി മുസ്ലിയാരും മൗലാന മുഹമ്മദ് അലി പിന്നെ കാന്തപുരം ഉസ്താദും മാത്രമേ ഉള്ളൂ. ആലി മുസ്ലിയാർ പറഞ്ഞില്ലേ, തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോ പറഞ്ഞില്ലേ, കോയമ്പത്തൂർ ജയിലിൽ വെച്ച് ഞാൻ മരിക്കില്ല, എന്നെ തൂക്കിലേറ്റില്ല. അന്നത്തെ രാത്രി തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ആലി മുസ്ലിയാർ വരുന്നു, അല്ലാഹുമ്മ ഇൻ കാനത്തിൽ ഹയാത്തു ഖൈറൻ ഫഅഹ്യിനി അലൽ ഇസ്ലാം വഇൻ കാനത്തിൽ മമാതു ഖൈറൻ ഫഅമിത്നി മഅൽ ഈമാൻ. പടച്ചവനെ, ഈ ബ്രിട്ടീഷുകാരുടെ കരം കൊണ്ട് മരിക്കുന്നതിനേക്കാൾ മുമ്പ് നീ എന്നെ അങ്ങ് വിളിക്കല്ലോ. കോയമ്പത്തൂർ സെൻട്രൽ ജയിലിന്റെ അകത്ത് തൂക്കിക്കൊല്ലാതെ മരിച്ചു ആലി മുസ്ലിയാർ. തൂക്കിക്കൊന്നു എന്നുള്ള ചരിത്രം പച്ച കള്ളമാണ് പ്രിയപ്പെട്ടവരെ. ചരിത്രത്തിൽ പല പച്ചക്കള്ളുണ്ട്, അതൊക്കെ തിരുത്തെഴുതേണ്ടതാണ്. അത്ര ചങ്കൂറ്റുള്ള അവരൊക്കെ കേരളത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. തുർക്കിയിലെ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകുന്നു, മക്കയിലെ ഗവർണറുടെ അടുത്ത് പോകുന്നു. ലോകരാഷ്ട്രങ്ങളിൽ ഇത്ര വലിയ സുന്നത്ത് ജമാഅത്ത് എല്ലാവർക്കും നമ്മൾ സുന്നി എന്ന് പറയാൻ വലിയ അഡ്രസ്സാ. ഹുസൈൻ സലഫിയും പറയുന്നത് മന്ത്രിച്ചോളി, നിങ്ങൾ സുന്നി ആയിക്കോളി, കാന്തപുരത്തിന്റെ കൂടെ കൂടിക്കോളി എന്നാ. ഞാൻ കേസറ്റ് കേട്ടതാണ്. അൽഹംദുലില്ലാ, വെൽക്കം സലഫി, എനി ടൈം മോർ വെൽക്കം. എപ്പോ വേണമെങ്കിലും വരാം, വാതി തുറന്നു വെച്ചിരിക്കുക ഇവിടെ കേട്ടോ. അതുകൊണ്ട് ഞാനത് വേറെ ഒന്നുകൊണ്ട് പറയില്ല, നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം. കാരണം ഇപ്പൊ സുന്നത്തി ജമാഅത്ത് ലോകം മുഴുവൻ ഇപ്പൊ മുജാഹിദ് കേൾക്കാനില്ല, ജമാഅത്തെ ഇസ്ലാമി കേൾക്കാനില്ല, ഒക്കെ അട്ട പതുങ്ങി പിടിച്ച പോലെ ഇരിക്കുക, പുറത്തിറങ്ങാൻ മാർഗമില്ല. അങ്ങനത്തെ ഒരു മഹാമനുഷ്യൻ അല്ലാഹു വലിയ കറാമത്ത് കൊടുത്ത്, ഇത് തന്നെ കറാമത്ത് എന്ന് പറഞ്ഞാൽ സി ഉസ്താദ് വലിയുള്ള പറഞ്ഞതല്ലേ, നിങ്ങൾ വേറെ റൂട്ട്, നമ്മൾ വേറെ റൂട്ട്. മൂസാ നബിയുടെ റൂട്ടല്ല ഖദർ നബിയുടെ റൂട്ട്. മൂസാ നബി കാണിച്ചതിനെ ഖദർ നബി കാണിച്ചതിന്റെ രഹസ്യം മൂസാ നബിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു ഖദർ നബി. പക്ഷേ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ സ്ഥാനത്തിലിരിക്കുന്നത് ഖദർ അലൈഹിസ്സലാം അല്ല, കലീമുല്ലാഹി മൂസാ നബിയാ, ഉലുൽ അസ്മികളിൽപ്പെട്ട ആളാ.
CM ഉസ്താദ് കാന്തപുര ഉസ്താദിനോട് 89 എറണാകുളം സമ്മേളനം ഫിക്സ് ചെയ്തു. സുന്നികൾ 2 വിഭാഗമായി മാറി. അള്ളാഹുവിന്റെ ഖളാ യോജിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ആരോടും എതിരില്ല. ചെറുശ്ശേരി ഉസ്താദിനും അള്ളാഹു സുന്നത്തി ജമാഅത്തിന് ഖിദ്മത്തിലായി ദീർഘായുസ്സ് കൊടുക്കട്ടെ. എല്ലാ തങ്ങന്മാർക്കും കൊടുക്കട്ടെ. ആമീൻ. എല്ലാ സാദാത്യങ്ങൾക്കും നമുക്ക് യാതൊരു വിയോജിപ്പില്ല കേട്ടോ. കാരണം സ്നേഹമില്ലാതെ കൂടി പോകുമ്പോൾ നമ്മൾ അങ്ങ് പറഞ്ഞു പോകുന്നതാ. അല്ലാഹു ഈ മഹാന്മാരൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. സുലൈമാൻ ഉസ്താദിന് പ്രായമായി, ചിത്താരി ഉസ്താദിന് സുഖമില്ല, വളരെ വിഷമത്തിലാണ്. പടച്ചവനെ അവർക്കൊക്കെ നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. നെല്ലിക്കുത്ത് ഉസ്താദ് തീരാ നഷ്ടമാണ്. ശൈഖുൽ ഹദീസ്, ഹദീസ് ജംഅ ചെയ്ത് ഇത്ര വലിയ ഹദീസ് പണ്ഡിതൻ കേരളം കണ്ട അപൂർവങ്ങളിൽ അപൂർവ. അത് പഠിച്ചവർക്ക് അറിയൂ. ആ മഹാന്റെ നഷ്ടം നികത്താൻ വേറൊരു പണ്ഡിതൻ വന്നില്ല. താജുൽ ഉലമ മരിച്ചു, നഷ്ടം നികത്താൻ വേറെ ആളെ കിട്ടിയോ? ദുആക്ക് ഇജാബത്ത് പരസ്യമായിട്ട് കാണിച്ചു കൊടുത്തല്ലേ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടത്. മർക്കസിലെ സമ്മേളനം നടക്കുമ്പോൾ മഴ ഇങ്ങോട്ട് വരിക. അന്ന് ഇന്നത്തെ സൗകര്യമൊന്നുമില്ല. ചെറിയ ഒരു പന്തല, ഒരു കാറ്റടിച്ച് അത് പറന്നു പോകും. കുറച്ച് അറബികളും കൊടുന്നിട്ടുണ്ട് ഉസ്താദ്. ഞാൻ അന്ന് സനത് വാങ്ങുന്ന സമ്മേളന. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഒറ്റ ദുആയെ, പടച്ചോനെ ഇവിടെ മഴ പെയ്തായിപ്പോ ഞങ്ങൾ വലിയ വിഷമത്തിലാകൂ, തൽക്കാലം ഇവിടെ വേണ്ട. അല്ലാഹുമ്മ ലാ അലൈനാ വദികൽ ഹാബ അലൈനാ. മഴ അവിടെ പെയ്തില്ല. കാരന്തൂരിൽ മഴയില്ല. സമ്മേളനം കഴിഞ്ഞ് സലാത്ത് ചൊല്ലി പിരിഞ്ഞു പോരുമ്പോഴേക്ക് ഇതാ വന്നു റഹ്മത്തിന്റെ മഴ. താജുൽ ഉലമ മഴയെ തടഞ്ഞു നിർത്തി, ചോദിച്ചു വാങ്ങി. അങ്ങനത്തെ മഹാന്മാരൊക്കെ പോയി. കൊണ്ടൂർ ഉസ്താദ് ദ്വാരുന്നു. ഞാനൊരു വലിയ മുതലാളി ഞങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇനി ഉസ്താദെ നമ്മൾ ആരെത്താ പോവുക? ഞാൻ പറഞ്ഞു, നമുക്ക് ഷെയ്ഖുന ഉസ്താദിന്റെ അടുത്ത് എനിക്ക് ഇവിടെ വന്നാൽ വലിയ പരിഗണനയായിരുന്നു. ക്യൂ നിൽക്കണ്ട, അവിടെ വന്നാൽ എന്നോട് ഒഴിക്കാൻ പറയും, ചായ കിട്ടും. മരിക്കുന്നത് വരെയും ആ പരിഗണന അവിടുന്ന് എനിക്ക് തന്നു. അതുകൊണ്ട് ഞാൻ ആ മുതലാളിനോട് പറഞ്ഞു, രാത്രി 2 മണിക്ക് എന്റെ വീട്ടിൽ വരണം. സുബൈക്ക് ജമാഅത്തിന് കൊണ്ടൊരു പള്ളിയിലെത്തണം. ഉസ്താദ് ഇവിടെ ഉണ്ടാവും. ജമാഅത്ത് കഴിഞ്ഞ ഉടനെ ഉസ്താദിന്റെ കൂടെ ഒരു ചായ കുടിക്കാൻ പോക്കണ്ട. അതിൽ കൂടിയാലേ രക്ഷപ്പെടുള്ളൂ. നല്ല ചായയും കിട്ടും. നല്ല പുട്ടും കുറ്റിയുടെ അപ്പളത്ത് അങ്ങനത്തെ പുട്ടും കുറ്റിയൊന്നും കാണാനില്ല. ആ പാത്തുമാത്താടെ കട പോയാണോ അവിടെ ഉണ്ടോ അല്ലാഹു ആലം. നല്ല പുട്ട്, ഒറിജിനൽ നല്ല സാലിഹത്തായ പുട്ട്, നല്ല ടേസ്റ്റുള്ള പുട്ട്. ആ മുളം കുറ്റിയിൽ കുട്ടുന്ന ബാക്കിൽ നിന്ന് കുത്തിത്തരുന്ന പുട്ട്. ഇപ്പോഴത്തെ പുട്ടൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പുട്ടാ. പുട്ടിലും എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് ആയിപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു അയാളോട്, നമുക്ക് ഉസ്താദിനെ കാണാൻ പോകാം. ഇവിടെ വന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞു. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ വലിയ വിഷമത്തില്ല. ഉസ്താദ് അത് കേട്ട പാടെന്ന് വെച്ചില്ല. നമുക്ക് ചായ കുടിക്കാൻ പോകല്ലേ, ബാവാ ലത്തീഫെ വണ്ടി എടുക്ക്, അങ്ങോട്ട് കൊണ്ടുപോയി ഒരു സ്ഥലത്തേക്ക് ചായ കുടിച്ചു. അപ്പോഴും ഞാൻ പറയുന്നു, ഉസ്താദ് അദ്ദേഹത്തിന്റെ കാര്യം വലിയ വിഷമത്തിലെ, ഉസ്താദ് ദ്വാരക്കണം. അപ്പൊ പറഞ്ഞു, നേരെ പോയി നമ്മുടെ കോളേജിൽ പോകുകയാന്ന് പറഞ്ഞു. കോളേജിൽ വന്നിരുന്നു. സമയം 9:30 മണിയായി. ഉത്തരം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ഉസ്താദെ കാര്യം വലിയ വിഷമത്തിലാണ്, ഇദ്ദേഹത്തെ ഞാനും കൂട്ടിയിട്ട് അങ്ങോട്ട് കൊടുന്നതാണ്. എന്നാ മമ്പറത്തേക്ക് ഒരു ഫാത്തിഹ വിളിക്കുന്നു പറഞ്ഞു. മമ്പറത്തേക്ക് ഫാത്തിഹ വിളിച്ചതിന് ശേഷം മുതലാളിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് വരും നിങ്ങളുടെ മകൾക്ക് കല്യാണം, അത് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോ ഇയാൾക്ക് കൊണ്ടൂർ ഉസ്താദിനെ അറിയില്ല. ഇയാളിന്റെ മുഖത്ത് നോക്കി വയറാച്ചോക്കാനാണ് മൂപ്പർ ഉറപ്പിക്കുക. നമ്മുടെ കല്യാണം എന്നോട് അവിടെ ആ ഗേറ്റിന്റെ അവിടേക്ക് വന്ന് ഇങ്ങനെയൊന്നുമില്ല. അവിടെ എത്തിയപ്പോ ചോദിച്ചു, അല്ലത് നടക്കുവോ? ഞാൻ പറഞ്ഞു, സംശയം വേണ്ട. ഔലിയാക്കളെ സംശയിച്ചാൽ ഉള്ളതും കൂടി പോയി ഇബ്നു സക്കയുടെ അവസ്ഥ ഉണ്ടാവും. നിങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. അന്ന് വന്നു കല്യാണം. പുതിയാപ്പിള വന്നു. പെണ്ണിനുള്ള ഡിഫക്റ്റുകളൊക്കെ പറഞ്ഞു. പുതിയാപ്പിള പറഞ്ഞു, എനിക്ക് ഈ പെണ്ണെന്നെ മതി. കല്യാണം ഉറക്കുകയാണ്. അയാൾ ഓടി വീട്ടിലേക്ക് വന്ന് പറഞ്ഞു, ഇപ്പൊ കാണുന്ന ഉസ്താദിനെ. ഞാൻ പറഞ്ഞു, ഇപ്പൊ രാത്രി 2 മണിയാണ്. ഉസ്താദിന്റെ ഉറങ്ങില്ല. അത്ര അവരെ ഔറാദിലുമാണ്. പക്ഷെ അവരെ ഔറാദ് ഫസാദാക്കണ്ട. വ്യത്യാസം വന്നു. ഇവിടെ വന്നു. ഒരു കെട്ട് പൈസ കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, ഇതിന് പൈസ മേടിക്കാറില്ല, ഇത് കല്യാണത്തിന്റെ ബ്രോക്കർ അല്ലല്ലോ, അതുകൊണ്ട് ആ പൈസ കയ്യിൽ വെച്ചോളൂ, മമ്പറത്ത് പോയിട്ട് സിയാറത്ത് ചെയ്തോളൂ. അതാണ് കൊണ്ടൂർ ഉസ്താദ് എഴുതി പാസാക്കി തന്ന മഹാൻ. അങ്ങനത്തെ ഒരാളെ കാണാനുണ്ടോ? എന്റെ പോക്കറ്റിൽ ഇരിക്കുന്നുണ്ട്. എന്നെ ആദ്യമായിട്ട് വായന ക്ഷണിച്ചത് 2 വരി കവിത എഴുതിയിട്ട മുള്ളൂർക്കരയ്ക്ക് എന്ന് പറഞ്ഞിട്ട് 2 വരി കവിത. ഉസ്താദിനെ AP ഉസ്താദിനെ ക്ഷണിച്ച പല കവിതകളും ഉണ്ട്. ഉസ്താദ് പണ്ഡിതൻ, കവി, ആശിഖുർ റസൂൽ, വലിയ വലിയ പദവിയിലെത്തിയ മഹാൻ.
അള്ളാഹു ആ മാർഗത്തിൽ മുന്നോട്ട് പോയി അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സദസ്സിലുള്ള എല്ലാവരും ഈ സാധുവായ എനിക്കും മറ്റു മുസ്ലിമീങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം, ഖൈർ കൊണ്ട് ദുആ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും ഈ ഉസ്താദിന്റെ ചാരത്ത് വരാനും വലിയുള്ളാന്റെ അടുത്ത് വരാനും എനിക്കും നിങ്ങൾക്കും ഒരുപാട് 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 വട്ടം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ആരാ നമ്മുടെ ബുർദ നടത്തുന്ന ആളാരാ? ഉസ്താദ് ആരാ? ഖാദർഭായി ഇവിടെ സ്ഥിരം നടത്തുന്ന മുപ്പര. അൽഹംദുലില്ലാ, വലിയ ഭാഗ്യാണ്. ഇങ്ങേര് കണ്ടോ, ഉസ്താദിന്റെ ഹദറത്തിൽ സ്ഥിരം ബുർദ നടത്താൻ കിട്ടുക എന്ന് പറഞ്ഞാല് അള്ളാഹുവേ ഇതുപോലത്തെ ഒരു ഭാഗ്യം ഞങ്ങൾക്കും നീ തരണേ അല്ലാഹ്. അദ്ദേഹത്തിന് കിട്ടിയതുപോലത്തെ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് മരണം വരെ അതിന്റെ തലമുറകളിലും അതിന് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കഅബത്തിന്റെ താക്കോല് സൂക്ഷിക്കാൻ തെറ്റി തിരുത്തി ചെല്ലിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി തെറ്റലേ ഇല്ല. ഹയാത്ത് കാലത്ത് ഉസ്താദ് ഒരു തെറ്റി തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തെറ്റില്ല എന്നർത്ഥം കേട്ടോ. ആ തെറ്റ് മുഴുവൻ അപ്പൊ തന്നെ തിരുത്തിയല്ല. അതാണ് ഔലിയാക്കളുടെ ദറജ. അള്ളാഹുവേ അവിടുത്തെ ദറജ കൊണ്ട് ഞങ്ങൾ ഉയർത്തി സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ഹബീബിനെ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ ലിഖാഇനെ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ദറജ വലുതാക്കണേ അല്ലാ. ഞങ്ങളെ ഐബാക്കി വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ തരം താഴ്ത്തല്ല അല്ലാ. ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണം നിന്ന് പരീക്ഷിക്കല്ല അല്ലാ. അതിനുള്ള ഈമാൻ ഞങ്ങൾക്കില്ലാത്ത സാധുക്കളാണ് റഹ്മാനെ. ഞങ്ങളുടെ ഈമാനിന് സിഖത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഹുബ്ബിന് നീ ശക്തി നൽകണേ അല്ലാ. ഞങ്ങൾക്ക് സലാത്ത് ദായിമാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സലാത്തിന്റെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അത് ബുർദയിലൂടെയായാലും സലാത്തിലൂടെയായാലും മറ്റേതിലൂടെയാലും ഹബീബിനോട് സലാത്ത് കൊണ്ടും ബുർദ കൊണ്ടും ബൈത്ത് കൊണ്ടും ദിക്ർ കൊണ്ടും അടുക്കാൻ ഞങ്ങൾക്ക് നീ ജീവിതത്തിൽ തൗഫീഖ് നൽകണേ അല്ലാ. ബിബർക്കത്ത് സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓൺലൈനിലൂടെ ഈ പരിപാടി ശ്രമിച്ച എല്ലാ വിദേശ രാഷ്ട്രങ്ങളിലും ശ്രമിച്ച എല്ലാ സുന്നത്ത് ജമാഅത്തിലെ നല്ലവരായ ആളുകൾക്കും അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. വിദേശത്തുള്ള ആളുകളുടെ ജോലികളിലും കച്ചവടങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അവരുടെ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ബാബ ആജിയോടും ലത്തീഫ് ആജിയോടും വിളിച്ച് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് അവിടെ അള്ളാഹു ബർക്കത്ത് കനിഞ്ഞു കൊടുക്കട്ടെ. ആമീൻ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ സ്ഥാപനങ്ങളൊക്കെ വരണ്ട് വറ്റിപ്പോകും. അള്ളാഹുവേ വിദേശ രാജ്യങ്ങളിൽ നീ ദീനിനു വേണ്ടി ഖിദ്മത്തിലായി ബറക്കത്തിന്റെ ഉറവ നീ തുറന്നു കൊടുക്കണേ അല്ലാ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല